പനവല്ലി റോഡ് മുറിച്ചുകടന്നു. ആനയെ പിടികൂടാനുള്ള ദൗത്യം 5ാം ദിനത്തിലും പുരോഗമിക്കുകയാണ്. കേരള കോൺഗ്രസ് ജോസഫ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നുണ്ടാകില്ല. UDF ചർച്ചകൾ തുടരുന്ന സാഹചര്യത്തിലാണ് ഇത്. കോട്ടയം സീറ്റ് കേരള കോൺഗ്രസിന് തന്നെയെന്ന് നേരത്തെ തന്നെ ധാരണയിലായിരുന്നു. ലീഗ് കോൺഗ്രസ് ചർച്ച പൂർത്തിയാകാത്ത സാഹചര്യത്തിലാണ് പ്രഖ്യാപനം വൈകുന്നത്. കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ച പ്രശ്നത്തിൽ കേന്ദ്രവുമായുള്ള സംസ്ഥാനത്തിന്റെ ചർച്ച ഇന്ന്. സുപ്രീംകോടതി നിർദ്ദേശമനുസരിച്ചാണ് പകൽ വാർത്ത തുടങ്ങുകയാണ്. സുപ്രീം കോടതിയിൽ നിന്ന് ഇന്ന് നിർണായകമായ ഒരു ഉത്തരവ് വന്നിരിക്കുന്നു. രാഷ്ട്രീയ പാർട്ടികൾ പണം വാങ്ങുന്നത് രഹസ്യമായിട്ടാകരുത് എന്നുള്ള നിർണായകമായ ഒരു ഉത്തരവാണ് സുപ്രീം കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത്. അതായത് കേന്ദ്ര സർക്കാരിന്റെ ഇലക്ട്രിക് ബോണ്ടിനെതിരെയുള്ള നിരീക്ഷണമാണ് സുപ്രീം കോടതി നടത്തിയത്. ഇലക്ട്രൽ ബോണ്ടുകൾ വഴി പണം സമാഹരിക്കരുത്, രാഷ്ട്രീയ പാർട്ടികൾ പണം വാങ്ങരുത് എന്ന കാര്യമാണ് ഇന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. അങ്ങനെ കേന്ദ്ര സർക്കാരിന്റെ ഇലക്ട്രൽ ബോണ്ട് പദ്ധതി സുപ്രീം കോടതി റദ്ദാക്കിയിരിക്കുകയാണ്. ഭരണഘടനാ ലംഘനമാണ് ഇലക്ട്രൽ ബോണ്ടുകൾ എന്നാണ് സുപ്രീം കോടതിയുടെ നിരീക്ഷണം. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, സംസ്ഥാനത്ത് സപ്ലൈകോയിലും ഇനി കൈപൊള്ളും എന്നുള്ളതാണ്. സപ്ലൈകോയിൽ അവശ്യ സാധനങ്ങളുടെ സബ്സിഡി നിരക്ക് അത് കുറച്ചിരിക്കുകയാണ്. സബ്സിഡി ഉൽപ്പന്നങ്ങളുടെ വില കൂടുവാനുള്ള സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞു. ഇതിൽ പുതുക്കിയ വില നിലവാരവും വന്നു കഴിഞ്ഞു. ആദ്യം പകൽ വാർത്തയിൽ പ്രധാന വാർത്തകൾ നോക്കാം. തിരുവനന്തപുരത്ത് ശശി തരൂരിനെ നേരിടാൻ രാജീവ് ചന്ദ്രശേഖറോ? രാജ്യസഭാ സീറ്റില്ലാത്ത 7 കേന്ദ്രമന്ത്രിമാരും ലോക്സഭയിൽ മത്സരിക്കും. BJPയുടെ A ക്ലാസ് മണ്ഡലത്തിലെ താര സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ അഭ്യൂഹം അവസാനിക്കുന്നതായി സൂചന. രാഷ്ട്രീയ പാർട്ടികൾ ഇലക്ട്രൽ ബോണ്ട് വഴി സംഭാവന സ്വീകരിക്കേണ്ട. കേന്ദ്ര സർക്കാരിന് തിരിച്ചടിയായി സുപ്രീം കോടതി ഉത്തരവ്. പണം നൽകുന്നയാളുടെ വിവരം നൽകാത്ത ഇലക്ട്രൽ ബോണ്ട് അറിയാനുള്ള അവകാശത്തിന്റെ ലംഘനം. സപ്ലൈകോയിൽ അവശ്യ സാധനങ്ങളുടെ സബ്സിഡി 20% വെട്ടിക്കുറച്ചു. വിപണി വിലയേക്കാൾ കുറവായിരിക്കുമെന്ന ന്യായീകരണവുമായി ഭക്ഷ്യമന്ത്രി. പൊതുവിപണിയിൽ വിലക്കയറ്റമുണ്ടാക്കുമെന്ന ആശങ്ക. മുഖ്യമന്ത്രിക്കായി രക്ഷാപ്രവർത്തനം നടത്തിയ ഗൺമാനെ പോലീസ് സംരക്ഷിക്കുന്നത് നിയമസഭയിൽ അവതരിപ്പിക്കാൻ അനുവദിച്ചില്ല. യൂത്ത് കോൺഗ്രസുകാരെ തല്ലിയത് പഴയ സംഭവമെന്ന് സ്പീക്കർ. ചോദ്യം ചെയ്യലിന് ഹാജരാക്കാൻ സൗകര്യമില്ലെന്നാണ് ഗൺമാൻ പറയുന്നതെന്ന് പ്രതിപക്ഷം. കേന്ദ്രവുമായി ചർച്ചയ്ക്ക് പോകുന്ന ദിവസം സർക്കാരിന്റെ സാമ്പത്തിക അച്ചടക്കമില്ലായ്മ തുറന്നുകാട്ടി CAG. കടമെടുക്കാൻ അനുവദിക്കുന്നില്ലെന്ന സർക്കാർ വാദത്തിന് തിരിച്ചടി. കിഫ്ബി ബാധ്യത തീർക്കുന്നത് സ്വന്തം വരുമാനം വകമാറ്റി. കാണേണ്ട കാര്യങ്ങൾ CAG കണ്ടില്ലെന്ന് ബാലഗോപാൽ. കോട്ടയത്ത് കേരള കോൺഗ്രസുകളുടെ പോരാട്ടത്തിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനാവാതെ ജോസഫ് വിഭാഗം. 3ാം സീറ്റിനായി ലീഗ് പിടിമുറുക്കുന്നത് തടസ്സം. ഒരു സീറ്റിൽ പൊതുമുഖത്തെ പരീക്ഷിക്കാൻ ലീഗിൽ ചർച്ച. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ BJPയുടെ A ക്ലാസ് മണ്ഡലത്തിൽ ശശി തരൂരിനെ വീഴ്ത്താൻ BJP പരിഗണിക്കുന്നത് രാജീവ് ചന്ദ്രശേഖറെയോ? ഇന്നലെയാണ് ഈ ചർച്ചകൾ കൂടുതൽ സജീവമായത്. BJPയുടെ രാജ്യസഭാ സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് പുറത്തു വന്നപ്പോൾ അതിൽ രാജീവ് ചന്ദ്രശേഖറുടെ പേരില്ല. അങ്ങനെ രാജീവ് ചന്ദ്രശേഖർ ലോക്സഭയിലേക്ക് മത്സരിക്കുവാനുള്ള സ്ഥിതി വന്നിരിക്കുകയാണ്. മിക്കവാറും കേരളത്തിൽ മത്സരിക്കുവാൻ തന്നെയായിരിക്കും തീരുമാനം. അങ്ങനെ വരികയാണെങ്കിൽ തിരുവനന്തപുരമായിരിക്കും രാജീവ് ചന്ദ്രശേഖറിന് മത്സരിക്കുവാനുള്ള ലോക്സഭാ മണ്ഡലം. ബംഗളൂരുവിലും രാജീവ് ചന്ദ്രശേഖറിന്റെ പേര് പരിഗണിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം 28 സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് പുറത്തു വന്നപ്പോൾ 7 കേന്ദ്ര മന്ത്രിമാർ ആ പട്ടികയിൽ ഇല്ല. ഇതിൽ രാജീവ് ചന്ദ്രശേഖറിന്റെ പേരും ഉണ്ട്. ലോക്സഭയിലേക്ക് മത്സരിക്കുവാനുള്ള സാധ്യതയാണ് വന്നിരിക്കുന്നത്. അങ്ങനെയാണ് തിരുവനന്തപുരത്ത് ശശി തരൂരിനെതിരെ ഇത്തവണ രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കാൻ വരുന്നു എന്നുള്ള അഭ്യൂഹം ശക്തമാകുന്നു. ഇത് ഒരു സൂചനയുടെ രൂപത്തിൽ നിൽക്കുകയാണ്. തരൂരിനെതിരെ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ, ബംഗളൂരുവിലും രാജീവ് ചന്ദ്രശേഖറെ പരിഗണിക്കുന്നുണ്ട്. രാജ്യസഭാ പട്ടിക ആയതോടെ RCയുടെ പേര് ചർച്ചയ്ക്ക് വന്നിരിക്കുകയാണ്. രാജ്യസഭയിൽ സീറ്റില്ലാത്ത കേന്ദ്രമന്ത്രിമാർ ലോക്സഭയിലേക്ക് മത്സരിക്കാൻ പോവുകയാണ്. 7 കേന്ദ്രമന്ത്രിമാരാണ് ഇങ്ങനെയുള്ളത്. ഇതിൽ V മുരളീധരൻ ഉൾപ്പെടുന്നുണ്ട്. ധർമ്മേന്ദ്ര പ്രധാൻ ഇക്കൂട്ടത്തിലുണ്ട്. ധർമ്മേന്ദ്ര പ്രധാൻ ഒഡീഷയിൽ നിന്നാണ് ലോക്സഭയിലേക്ക് മത്സരിക്കാൻ പോകുന്നത്. കേന്ദ്രമന്ത്രിമാരിൽ 2 പേരുടെ പേര് മാത്രമാണ് രാജ്യസഭ
സ്ഥാനാർത്ഥികളുടെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അശ്വിനി വൈഷ്ണവിന്റെ പേരും അതുപോലെ തന്നെ എൽ മുരുകന്റെ പേരും. തരൂരിനെ നേരിടാൻ രാജീവ് ചന്ദ്രശേഖർ എന്നുള്ള കാര്യം സജീവമായ പരിഗണനയിൽ വരുമ്പോൾ അതിന്റെ കൂടുതൽ വിവരങ്ങൾ നൽകാൻ TG സജിത്ത് ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നു. സജിത്ത്, നേരത്തെയും ഇങ്ങനെയൊരു അഭ്യൂഹം പരന്നിരുന്നു. അത് മാത്രമല്ല, തിരുവനന്തപുരത്ത് BJPയുടെ A ക്ലാസ് മണ്ഡലത്തിൽ ചിലപ്പോൾ നിർമ്മല സീതാരാമൻ മത്സരിച്ചേക്കും എന്ന കാര്യമുണ്ടായിരുന്നു. എസ് ജയശങ്കർ വരാൻ സാധ്യതയുണ്ട് എന്ന കാര്യം പറഞ്ഞിരുന്നു. ഒരു വേള പ്രധാനമന്ത്രി തന്നെ തിരുവനന്തപുരത്ത് മത്സരിച്ചേക്കാം എന്ന രീതിയിലുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. പക്ഷേ രാജീവ് ചന്ദ്രശേഖറിന്റെ പേര് സജീവമായി തന്നെ നിൽക്കുകയല്ലേ? ബംഗളൂരുവിലും പരിഗണിക്കുന്നുണ്ട് രാജീവ് ചന്ദ്രശേഖരനെ എന്ന വാർത്ത വരുന്നുണ്ട്. പക്ഷേ തിരുവനന്തപുരത്തിനാണോ കൂടുതൽ സാധ്യത? മഞ്ജുഷ, തീർച്ചയായും. അതായത് തിരുവനന്തപുരത്ത് BJPയുടെ VIP സ്ഥാനാർത്ഥി ആര് എന്ന ചോദ്യം ദീർഘനാളുകളായി രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉയരുന്നതാണ്. BJPയും അതിൽ വ്യക്തത വരുത്തിയിരുന്നില്ല. വേണമെങ്കിൽ നരേന്ദ്രമോദി പോലും വന്നേക്കാം എന്ന സൂചന പോലും BJP കേന്ദ്രങ്ങൾ പങ്കുവച്ചിരുന്നു. ഒടുവിലാണിപ്പോൾ രാജീവ് ചന്ദ്രശേഖർ തന്നെ ആയിരിക്കും തിരുവനന്തപുരത്തെ BJP സ്ഥാനാർത്ഥി എന്ന സാധ്യതയിലേക്ക് എത്തുന്നത്. ഇപ്പോൾ ഈ സാധ്യത നമുക്ക് പറയാൻ രണ്ട് കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒന്ന്, BJPയുടെ നിലവിലുള്ള മന്ത്രിമാരാരും രാജ്യസഭയിൽ വീണ്ടും മത്സരിക്കേണ്ടതില്ല എന്ന രാഷ്ട്രീയ തീരുമാനം BJP കൈക്കൊണ്ടിട്ടുണ്ട്. അതിന് പ്രകാരം നിലവിലെ കേന്ദ്രമന്ത്രിമാർ എല്ലാവരും ലോക്സഭയിലൂടെ തന്നെ വീണ്ടും മത്സരിക്കും. അവർ ലോക്സഭയിൽ മത്സരിപ്പിക്കാനാണ് തീരുമാനം. മറ്റൊന്ന്, ഈ രാജ്യസഭാ സ്ഥാനാർത്ഥി പട്ടികയിൽ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടുമെന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നു. അവസാന നിമിഷം കർണാടകയിൽ നിന്നുള്ള രാജ്യസഭാ സീറ്റ് പട്ടികയിലാണ് അദ്ദേഹത്തെ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ കർണാടകയിലെ ആ ഒഴിവിൽ രാജീവ് ചന്ദ്രശേഖരെ ഉൾപ്പെടുത്തിയിട്ടില്ല. അങ്ങനെയെങ്കിൽ ഏത് സാധ്യത? അങ്ങനെയാണെങ്കിലാണ് തിരുവനന്തപുരം എന്ന സാധ്യതയിലേക്ക് വരുന്നത്. നമുക്കറിയാം, മലയാളിയാണെങ്കിൽ കൂടിയും രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന രാഷ്ട്രീയത്തിൽ അത്ര സജീവമൊന്നുമായിരുന്നില്ല. കേന്ദ്രമന്ത്രിയായതിനു ശേഷം പക്ഷേ അതല്ല, രാജീവ് ചന്ദ്രശേഖർ പലപ്പോഴും സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഇടപെടുന്നു. കേരളത്തിൽ നിരന്തരമായ സന്ദർശനങ്ങൾ നടത്തുന്നു. ഇവിടെ മുഖ്യമന്ത്രിയുമായി പോലും പ്രസ്താവനകളൊക്കെ നടത്തി വലിയ സജീവമാകാൻ രാജീവ് ചന്ദ്രശേഖർ ശ്രമം നടത്തിയിരുന്നു എന്നതാണ് സാഹചര്യം. പക്ഷേ രാജീവ് ചന്ദ്രശേഖറിൻ്റെ സാധ്യതയിലേക്ക് ഇത്തരം ചർച്ചകൾ നടക്കുമ്പോഴും അദ്ദേഹത്തിന് താല്പര്യം കർണാടകയിൽ നിന്ന് തന്നെ ലോക്സഭയിലേക്ക് മത്സരിക്കാനാണ് എന്നതാണ് മനസ്സിലാവുന്നത്. കർണാടകയിൽ നിന്നും ബാംഗ്ലൂർ സെൻട്രൽ സീറ്റ് ആണ് അദ്ദേഹം ലക്ഷ്യമിടുന്ന സീറ്റെന്നാണ് നമ്മൾ മനസ്സിലാവുന്നത്. ഒപ്പം തിരുവനന്തപുരം എന്ന മറ്റൊരു സാധ്യതയുമുണ്ട്. നിലവിൽ ഈ ബാംഗ്ലൂർ സെൻട്രൽ സീറ്റിൽ BJPയുടെ MP തന്നെയാണ് ഉള്ളത്. PC മോഹൻ MP ആണ് നിലവിൽ ബാംഗ്ലൂർ സെൻട്രലിൽ നിന്നും വിജയിച്ച് ലോക്സഭയിൽ എത്തിയിരിക്കുന്നത്. ആ സീറ്റ് ലക്ഷ്യമിടുന്നുണ്ട് രാജീവ് ചന്ദ്രശേഖർ. ഒപ്പം തിരുവനന്തപുരം എന്ന മറ്റൊരു സാധ്യതയുമുണ്ട്. എന്തായാലും ഇപ്പോഴത്തെ ചർച്ചകൾ ചെന്നെത്തി നിൽക്കുന്നത് തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ തന്നെ BJPയുടെ സ്ഥാനാർത്ഥി ആയേക്കുമെന്ന സാധ്യതയിലേക്കാണ്. കാരണം തിരുവനന്തപുരം എന്നത് BJPയുടെ ഒരു അഭിമാന മണ്ഡലമാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം വിജയസാധ്യത ഉണ്ടാകുന്ന BJP കരുതി അവിടെ ത്രികോണ പോരാട്ടത്തിൽ വലിയ രാഷ്ട്രീയ നീക്കങ്ങളൊക്കെ നടത്തിയ ഇടമാണ്. പക്ഷേ അവിടെ വിജയിച്ച് കയറാൻ കഴിഞ്ഞില്ല. തുടർച്ചയായി ഈ തിരുവനന്തപുരം സീറ്റ് BJPയുടെ ഒരു സാധ്യതയായി നിൽക്കുമ്പോഴും അവിടെ വിജയിക്കാൻ കഴിയാത്തത് BJPയെ സംബന്ധിച്ച് വിമർശനങ്ങളും ഏറെ ചർച്ചകൾക്കും ഒക്കെ ഇടവെച്ചതാണ്. സജിത്ത്, അതുപോലെ എന്തായാലും രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിന് പാർലമെന്റിൽ എത്തണമെങ്കിൽ ലോക്സഭയിലൂടെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ മത്സരിച്ച് ജയിച്ചു വരണം. അതാണല്ലോ ഇപ്പോഴത്തെ സ്ഥിതി. അങ്ങനെ വരുമ്പോൾ ബംഗളൂരു അല്ലെങ്കിൽ കേരളം എന്നുള്ള ഒരു ചോയ്സ് ആണല്ലോ. അങ്ങനെ വരുമ്പോൾ തിരുവനന്തപുരം അല്ലെങ്കിൽ മറ്റൊരു മണ്ഡലം കേരളത്തിൽ പരിഗണിക്കുന്നുണ്ടോ രാജീവ് ചന്ദ്രശേഖരനായി? ഇപ്പോൾ തന്നെ A ക്ലാസ് മണ്ഡലങ്ങളിൽ തൃശ്ശൂരിന്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്, ആറ്റിങ്ങലിന്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. V മുരളീധരൻ അവിടെ മത്സരിക്കാനാണ് എല്ലാ സാധ്യതയും. അങ്ങനെ തന്നെയാണല്ലോ. പിന്നെ പാലക്കാടിന്റെ കാര്യത്തിലും തീരുമാനമായിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും തിരുവനന്തപുരം അല്ലാതെ മറ്റൊരു മണ്ഡലം രാജീവ് ചന്ദ്രശേഖരനായി പരിഗണനയിൽ ഉണ്ടാവില്ലല്ലോ കേരളത്തിൽ. അപ്പോൾ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ തരൂർ രാജീവ് ചന്ദ്രശേഖർ പോരാട്ടം അത് ഉറപ്പിക്കാമല്ലോ. ഏറെക്കുറെ നമുക്ക് ഉറപ്പിക്കാം. മഞ്ജുഷ് ചോദിച്ചതുപോലെ ഈ കേരളത്തിൽ രാജീവ് ചന്ദ്രശേഖരന് വേണ്ടി കരുതി വെക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ മാറ്റിവെക്കാൻ കഴിയുന്ന മറ്റൊരു മണ്ഡലം ഇല്ല എന്നതൊരു വസ്തുതയാണ്. കാരണം തൃശ്ശൂർ എന്ന പ്രധാനപ്പെട്ട മണ്ഡലത്തിൽ സുരേഷ് ഗോപിയെ തന്നെ ഉറപ്പിക്കുന്നു. ഒപ്പം ആറ്റിങ്ങലിൽ V മുരളീധരൻ മുൻ കേന്ദ്രമന്ത്രി മുൻ സംസ്ഥാന അധ്യക്ഷൻ അദ്ദേഹത്തിൻ്റെ പേര് തന്നെയാണ്. അദ്ദേഹം തന്നെയാണ് അവിടെ ഉറപ്പിച്ച് അദ്ദേഹം ആദ്യഘട്ട പ്രാരംഭ ഒരുക്കങ്ങളൊക്കെ നടത്തി തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ മറ്റൊന്ന് തിരുവനന്തപുരമാണ് സാധ്യത കൽപ്പിക്കപ്പെടുന്ന മറ്റൊരിടം. അവിടെ രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ്. A ക്ലാസ് പട്ടികയിൽ മറ്റു ചില മണ്ഡലങ്ങൾ ഉണ്ടെങ്കിൽ കൂടിയും അതൊന്നും അത്ര കണ്ട് A ക്ലാസ് അല്ല, അത്ര കണ്ട് സാധ്യതയുള്ളതല്ല എന്നതാണ് BJPയുടെ വിലയിരുത്തൽ. അതുകൊണ്ട് ഒരു പ്രധാനപ്പെട്ട നേതാവിനെ മത്സരിപ്പിക്കാൻ കഴിയുന്ന ഇടമായി തിരുവനന്തപുരം തന്നെ അവർ കരുതുന്നു. അതാണ് തിരുവനന്തപുരം മണ്ഡലത്തിൽ രാജീവ് ചന്ദ്രശേഖരൻ്റെ സാധ്യത കൂടുതലായി ചർച്ച ചെയ്യപ്പെടുന്നതിന് കാരണം. ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് ഇക്കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാക്കാനാകുമെന്നാണ് കരുതുന്നത്. കാരണം BJPയുടെ ഔദ്യോഗിക പ്രഖ്യാപനമൊക്കെ പാർലമെന്ററി ബോർഡ് പോലെയുള്ള തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പോലെയുള്ള നടപടിക്രമങ്ങൾ നിരവധി ഉണ്ടെങ്കിൽ കൂടിയും
അതിനുമപ്പുറം പ്രധാന നേതാക്കളോട് നേരത്തെ തന്നെ ഈ നിങ്ങളെ മത്സരിപ്പിക്കാൻ പോകുന്ന മണ്ഡലം ഏതെന്ന് ആശയം കൈമാറി, അത്തരം നിർദ്ദേശം കൈമാറി നേരത്തെ തന്നെ കളത്തിലിറക്കുകയാണ് BJPയുടെ തീരുമാനം. അങ്ങനെയെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് വരും ദിവസങ്ങളിൽ കൂടുതൽ സജീവമാവും, കൂടുതൽ ഇടപെടലുകൾ ഉണ്ടാവുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. നേരത്തെ നിർമ്മലാ സീതാരാമൻ, വിദേശകാര്യമന്ത്രി ജയശങ്കർ പോലെയുള്ള പേരുകളും ഇവിടെ പരിഗണിക്കപ്പെടും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അതിൽ ഒരു വ്യക്തത ഇപ്പോൾ വന്നിട്ടുണ്ട്. നിർമ്മലാ സീതാരാമൻ ബാംഗ്ലൂർ സൗത്തിൽ നിന്നായിരിക്കും ലോക്സഭയിലേക്ക് ജനവിധി തേടുക എന്ന് ഏറെക്കുറെ ഉറപ്പിച്ചിട്ടുണ്ട്. ജയശങ്കറും എന്തായാലും തിരുവനന്തപുരത്ത് മത്സരിക്കാനെത്തില്ല. അങ്ങനെയെങ്കിൽ രാജീവ് ചന്ദ്രശേഖരൻ തന്നെയായിരിക്കും. BJPയുടെ ഈ രാഷ്ട്രീയ തീരുമാനത്തിന് മറ്റൊരു പശ്ചാത്തലം കൂടിയുണ്ട്. കാരണം ഇത്തവണ സംഘടനാ രംഗത്ത് നിൽക്കുന്നവരെ രാജ്യസഭയിലൂടെ പാർലമെൻറ്റിൽ സജീവമാക്കുക, അതേസമയം മന്ത്രിസ്ഥാനങ്ങളിൽ നിൽക്കുന്ന മന്ത്രിസഭയിലുള്ള അംഗങ്ങളായ അവരെ വീണ്ടും രാജ്യസഭ അവസരം നൽകാതെ മറിച്ച് അവരെ ലോക്സഭയിലൂടെ എത്തിക്കുക എന്നൊരു തന്ത്രമാണ് BJP പൊതുവിൽ സ്വീകരിച്ചിട്ടുള്ളത്. ശരിയാണ്. അത് മാത്രമല്ല അത് ഇന്നലത്തെ പട്ടിക വന്നപ്പോൾ അക്കാര്യം സ്പഷ്ടമാവുകയും ചെയ്തു. നേരത്തെ കരുതിയിരുന്നു അശ്വിനി വൈഷ്ണവിന് രാജ്യസഭാ സീറ്റ് കിട്ടില്ല എന്ന്. പക്ഷേ അദ്ദേഹത്തെയും പിന്നെ എൽ മുരുകനെയും മാത്രം പരിഗണിച്ചു, ബാക്കി എല്ലാവരെയും ഒഴിവാക്കുകയാണ് ചെയ്തത്. പിന്നെ കൂടുതൽ കാലം രാജ്യസഭയിൽ വേണ്ട എന്നുള്ള തീരുമാനത്തിൽ JP നഡ്ഡയ്ക്ക് മാത്രം ഇളവ് കൊടുത്തു. അദ്ദേഹത്തിന് 3ാം ടേം അനുവദിച്ചു. ബാക്കി 2 ടേം പൂർത്തിയായ എല്ലാവരെയും മാറ്റി പുതിയ ആളുകളെ പരീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. രാജീവ് ചന്ദ്രശേഖരന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ കേരളത്തിലെ BJP നേതൃത്വത്തിന് പക്ഷേ ഇതിനെക്കുറിച്ചുള്ള ഒരു വിവരവും ഇല്ലല്ലോ. കാരണം അങ്ങനെ ഒരു നിർദ്ദേശമോ ആശയവിനിമയമോ ഉണ്ടായിട്ടില്ല എന്നാണ് BJP സംസ്ഥാന നേതാക്കളുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് ശരിയല്ലേ സജിത്? അങ്ങനെ ഒരു കൃത്യമായ നിർദ്ദേശം സംസ്ഥാന നേതാക്കൾക്ക് കൈമാറിയിട്ടില്ല. മാത്രമല്ല അങ്ങനെ കൈമാറുമെന്ന് നമുക്ക് ഇപ്പോൾ പ്രതീക്ഷിക്കാനും കഴിയില്ല. കാരണം ഈ കേരളത്തിലെ പ്രധാനപ്പെട്ട സീറ്റുകളിൽ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് എവിടെ പരിഗണിക്കണമെന്ന വിഷയത്തിൽ കേന്ദ്ര നേതൃത്വം തന്നെയായിരിക്കും തീരുമാനമുണ്ടാവുക. അത് BJPയുടെ കേന്ദ്ര തലങ്ങളിൽ നടക്കുന്ന ചർച്ചയും ആശയവിനിമയം ആ തരത്തിലാണ് തീരുമാനമെടുക്കുകയും ചെയ്യുക. ഇപ്പോൾ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ V മുരളീധരൻ മത്സരിക്കുക എന്നത് അദ്ദേഹത്തിൻ്റെ താല്പര്യം പരിഗണിച്ചിട്ടുണ്ട്. പക്ഷേ അതിനുമപ്പുറം കേന്ദ്ര നേതൃത്വത്തിൻ്റെ നിർദ്ദേശം കൂടി പരിഗണിച്ചുകൊണ്ടാണ് അദ്ദേഹത്തോട് ഈ ആറ്റിങ്ങൽ മത്സരിക്കാനുള്ള നിർദ്ദേശം ഉണ്ടായിരിക്കുന്നത്. ഇതുപോലെ തന്നെയായിരിക്കും മറ്റു നേതാക്കളുടെ കാര്യത്തിലും ഉണ്ടാവുക. അതുകൊണ്ട് പ്രധാനപ്പെട്ട നേതാക്കളെ എവിടെ മത്സരിപ്പിക്കണമെന്നതിൽ തീരുമാനം മുകളിൽ നിന്ന് തന്നെ, കേന്ദ്രതലത്തിൽ നിന്ന് തന്നെ, ഡൽഹിയിൽ നിന്ന് തന്നെ ഉണ്ടാവുന്നതാണ്. അതൊരു പക്ഷേ അവസാന ഘട്ടത്തിൽ മാത്രമായിരിക്കും സംസ്ഥാന നേതാക്കളോട് ആശയവിനിമയം നടത്തുക. ശരി സജിത്ത്, എന്തായാലും വലിയ സൂചനയാണ് ന്യൂസ് 18 കേരളത്തിലൂടെ ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. രാജീവ് ചന്ദ്രശേഖർ ആയിരിക്കും തിരുവനന്തപുരത്ത് ശശി തരൂരിനെ നേരിടാൻ വരുന്നത് എന്ന കാര്യത്തിൽ ഇപ്പോൾ സൂചനകൾ ശക്തമാണ്. അതിന് കാരണം ഇന്നലെ BJPയുടെ രാജ്യസഭാ സ്ഥാനാർത്ഥികളുടെ പട്ടിക പുറത്തു വന്നപ്പോൾ അതിൽ രാജീവ് ചന്ദ്രശേഖരന്റെ പേരില്ല. അദ്ദേഹത്തിന് പുറമെ 7 കേന്ദ്രമന്ത്രിമാരുടെയും പേര് ഇല്ല. അതിനാൽ തന്നെ പാർലമെന്റിലേക്ക് വരികയാണെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചു വരേണ്ടതുണ്ട്. അതല്ലെങ്കിൽ സംഘടനാ രംഗത്ത് നിൽക്കേണ്ടി വരും. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മത്സരത്തിലേക്ക് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖരനെ പരിഗണിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഒന്നുകിൽ ബംഗളൂരു അല്ലെങ്കിൽ കേരളം എന്നുള്ള ചോയ്സാണ് വരുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് കേരളമാണ്. അങ്ങനെ വരുമ്പോൾ തിരുവനന്തപുരത്ത് BJPയുടെ A ക്ലാസ് മണ്ഡലത്തിൽ രാജീവ് ചന്ദ്രശേഖരനെ പരിഗണിക്കും. അങ്ങനെ ശശി തരൂർ രാജീവ് ചന്ദ്രശേഖർ പോരിന് അവസരം ഒരുങ്ങുകയാണ് ഇപ്പോൾ. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടക്കുകയാണ്. പകൽ വാർത്ത. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾ അത് വേണ്ട എന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് ബോണ്ടുകളിലൂടെ പണം രാഷ്ട്രീയ പാർട്ടികൾ വാങ്ങുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്ന കണ്ടെത്തലാണ് സുപ്രീം കോടതി നടത്തിയിരിക്കുന്നത്. അതിനുള്ള കാരണവും സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ ഇലക്ട്രൽ ബോണ്ടുകൾ റദ്ദാക്കി ബോണ്ടുകൾ വഴി പാർട്ടികൾ സംഭാവന വാങ്ങരുത്, ഭരണഘടന വിരുദ്ധമാണ്, അറിയാനുള്ള അവകാശത്തിന്റെ ലംഘനമാണ്. കാരണം പണം രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുക്കുന്നത് ആരാണ് എന്ന കാര്യം ജനങ്ങൾ അറിയുന്നില്ല എന്ന പ്രധാനപ്പെട്ട കണ്ടെത്തലാണ് സുപ്രീം കോടതി നടത്തിയിരിക്കുന്നത്. അത് ആ രാഷ്ട്രീയ പാർട്ടികൾക്ക് മാത്രമേ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. പക്ഷേ അതിൻ്റെ ആ വിവരങ്ങൾ, ആരാണ് പണം നൽകുന്നത് എന്ന വിവരം അറിയുന്നതിന് ജനങ്ങൾക്ക് അവകാശമില്ല, മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കും അതിനുള്ള അവകാശം കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഇലക്ട്രൽ ബോണ്ടുകൾ വേണ്ട എന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. പാർട്ടികൾ സംഭാവന വാങ്ങുന്നത് എല്ലാവരും അറിയണം, ആ പേര് വിവരം അറിയണം. അതുകൊണ്ട് തന്നെ സംഭാവന വിവരം ഇലക്ഷൻ കമ്മീഷൻ അറിയണം. അതുമാത്രമല്ല ഇലക്ഷൻ കമ്മീഷൻ അത് പരസ്യപ്പെടുത്തുകയും വേണം. കേന്ദ്ര സർക്കാരിന്റെ ഒരു പ്രധാനപ്പെട്ട അവകാശവാദം കള്ളപ്പണം തടയുവാൻ ഇലക്ട്രൽ ബോണ്ടുകൾ സഹായകരമാണ് എന്നതാണ്. പക്ഷേ സുപ്രീം കോടതി ഈ ഒരു അവകാശവാദത്തെയും തള്ളിയിരിക്കുകയാണ്. കള്ളപ്പണം തടയാൻ സാധിക്കുകയില്ല തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾ വഴി എന്ന കാര്യമാണ് സുപ്രീം കോടതി ഇപ്പോൾ ഉത്തരവിലൂടെ പറഞ്ഞിരിക്കുന്നത്. ബാങ്കുകൾ വഴി, അംഗീകൃത ബാങ്കുകൾ വഴി ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങാം പാർട്ടികൾക്ക്. അത് പിന്നീട് 15 ദിവസത്തിനുള്ളിൽ പണമാക്കി മാറ്റാം എന്നുള്ളതായിരുന്നു ഈ ഇലക്ട്രൽ ബോണ്ടുകളുടെ പ്രത്യേകത. പക്ഷേ ഇനി അത് സാധ്യമല്ല. സംഭാവനകൾ രഹസ്യമായി സൂക്ഷിക്കുന്ന ഒന്നാണ് ഈ ഇലക്ട്രൽ ബോണ്ടുകൾ വഴി സംഭവിക്കുന്നത് എന്നാണ് സുപ്രീം കോടതിയുടെ ഉത്തരവിൽ പറയുന്നത്. ഇപ്പോൾ
MG മിഥുൻ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. മിഥുൻ, ഒരുപാട് വിവാദങ്ങളും ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണല്ലോ സുപ്രീം കോടതി വരെ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭരണഘടനാ വിരുദ്ധമാണ് ഇലക്ട്രൽ ബോണ്ടുകൾ എന്ന് കണ്ടെത്തുവാൻ എന്തെല്ലാം കാര്യങ്ങളാണ് ഉത്തരവിൽ പറഞ്ഞിട്ടുള്ളത്? മഞ്ജുഷ്, സുപ്രീം കോടതിയുടെ വിധിയുടെ ഭാഗമായി കേന്ദ്ര സർക്കാരിന് കനത്ത തിരിച്ചത് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്നതെന്ന് തന്നെ വേണം നമ്മൾ വിശേഷിപ്പിക്കാൻ. ഒന്നാം മോദി സർക്കാർ അവതരിപ്പിച്ച ഇലക്ട്രിക് ബോണ്ട് സംവിധാനം അത് റദ്ദാക്കിക്കൊണ്ടാണ്, അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നാണ് ഈ വിവിധ ഹർജികൾ കൂടെ കഴിഞ്ഞ 3 മാസത്തിന് മുമ്പാണ് ഇതിൻ്റെ വാദപ്രതിവാദങ്ങൾ പൂർത്തീകരിച്ചത്. അതിനുശേഷമാണ് സുപ്രധാന വിധി, നിർണായക വിധി ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. അതായത് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായിട്ടുള്ള ഭരണഘടനാ 5 അംഗ ബെഞ്ചാണ് ഇത് സംബന്ധിച്ചുള്ള വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇലക്ട്രൽ ബോണ്ടുകൾ വിവരാവകാശത്തിന്റെയും ഒപ്പം തന്നെ ഭരണഘടനയുടെ 19(1)(a) പ്രകാരം അനുച്ഛേദത്തിന്റെ ലംഘനമാണെന്നും രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിക്കുന്ന സംഭാവനകൾ അറിയാനുള്ള അവകാശം പൊതുജനങ്ങൾക്കുണ്ട് എന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് നമുക്കറിയാം, അരുൺ ജെയ്റ്റ്ലി ധനമന്ത്രിയായിരുന്ന കാലത്താണ് 2018 ജനുവരി 2-ലാണ് ഇത് സംബന്ധിച്ചുള്ള വിജ്ഞാപനം കേന്ദ്ര സർക്കാർ പുറത്തിറക്കുന്നത്. അതിനുശേഷം നിരവധി തുക ഇതുമായി ബന്ധപ്പെട്ട് ഏകദേശം 60% തുക BJP-ക്കായിരുന്നു ലഭ്യമായിക്കൊണ്ടിരുന്നത്. ഇത് കള്ളപ്പണം തടയുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു സംവിധാനം ഏർപ്പെടുത്തിയിരുന്നത് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചിരുന്നത്. പക്ഷേ ഇതിനു മുമ്പ് സമാനമായ രീതിയിലുള്ള ഹർജികളും ഒപ്പം തന്നെ ഇത് സ്റ്റേ ചെയ്യണമെന്നുള്ള ആവശ്യപ്പെട്ടുള്ള ഹർജികളും ഒക്കെ സുപ്രീം കോടതിയുടെ ഭാഗത്തേക്ക് മുന്നിലേക്ക് വന്നിരുന്നു എങ്കിൽ പോലും തന്നെ അത് അന്നെല്ലാം തള്ളുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്തത്. ഇന്ന് ഇതിൻ്റെ വാദപ്രതിവാദങ്ങളൊക്കെ 3 മാസം മുമ്പ് പൂർത്തീകരിച്ചതാണ്. അതിനുശേഷം ഇന്ന് ഇതിൻ്റെ വിധി പ്രസ്താവനയിൽ കൃത്യമായി DY ചന്ദ്രചൂഡ് അടക്കമുള്ള ഭരണഘടനാ ബെഞ്ച് ഏകകണ്ഠേന ഈ ഒരു വിധി പ്രസ്താവിക്കുമ്പോൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. അതായത് പാർട്ടികൾക്ക് ലഭിക്കുന്ന സംഭാവനകൾ അറിയാനുള്ള അവകാശം ജനത്തിനുണ്ട്. കള്ളപ്പണം ഒഴിവാക്കാനുള്ള ഏക വഴിയല്ല ഇലക്ട്രൽ ബോണ്ടെന്നും കോടതി ചൂണ്ടിക്കാട്ടുന്നു. കള്ളപ്പണം തടയുക എന്ന ലക്ഷ്യത്തെ വിവരാവകാശ ലംഘനമായി ന്യായീകരിക്കാൻ സാധിക്കില്ല എന്നും കോടതി പറയുകയും ചെയ്യുന്നു. ഇതിന് വേറെ വഴി കേന്ദ്ര സർക്കാർ കണ്ടെത്തണമെന്നുള്ള നിർദ്ദേശവും സുപ്രീം കോടതി മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അതായത് മാർച്ച് 13-നകം ഇതിനോടകം ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾക്ക് എവിടെ നിന്നൊക്കെ പണം ലഭ്യമായിട്ടുണ്ട് അതിൻ്റെ വിശദ വിവരങ്ങൾ SBI പുറത്തുവിടണമെന്നുള്ള നിർദ്ദേശവും സുപ്രീം കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഇലക്ട്രൽ ബോണ്ട് സംവിധാനം ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് അനുമായി പോകുന്നത് ഇപ്പോൾ സുപ്രീം കോടതി വിലക്കിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ശരി, MG മിഥുനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പ്രധാനപ്പെട്ട തീരുമാനമാണ് ഇലക്ട്രൽ ബോണ്ടുകൾ. ഇതാണ് സുപ്രീം കോടതി റദ്ദാക്കിയിരിക്കുന്നത്. ഇനി ഇലക്ട്രൽ ബോണ്ടുകൾ വഴി സംഭാവന സ്വീകരിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് കഴിയില്ല. അടുത്ത സപ്ലൈകോയിലെ വാർത്തയാണ്. സപ്ലൈകോയിൽ അവശ്യ സാധനങ്ങളുടെ വില കൂട്ടി. സബ്സിഡി ഇനങ്ങൾക്കാണ് വില കൂട്ടിയത്. 13 ഇനം സബ്സിഡി സാധനങ്ങളാണ് സപ്ലൈകോയിലുള്ളത്. ഈ സബ്സിഡി സാധനങ്ങൾ കിട്ടാനില്ലാത്ത ഒരവസ്ഥ പോലും സപ്ലൈകോയിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ സപ്ലൈകോയിലെ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് വേണ്ടിയാണ്. നേരത്തെ LDF ഇങ്ങനെ ഒരു നിർദ്ദേശം നൽകിയിരുന്നു. അങ്ങനെ ആ വില വർധന നിലവിൽ വന്നിരിക്കുകയാണ്. 13 സബ്സിഡി ഇനങ്ങൾക്കും വില കൂട്ടി. 55% നിന്ന് 35% സബ്സിഡി കുറച്ചതുകൊണ്ടാണ് ഇങ്ങനെ വില കൂടുന്നത്. പൊതുവിപണിയിൽ വില കൂടുമെന്നാണ് പ്രതിപക്ഷം ഇതേക്കുറിച്ച് പറഞ്ഞത്. അതേസമയം പൊതുവിപണിയേക്കാൾ വില കുറവായിരിക്കുമെന്ന് പറയുന്നുണ്ട് മന്ത്രി. ഇത് ഓരോ സാധനങ്ങൾക്കും എത്ര വില കൂടി എന്നതിൻ്റെ കണക്കാണ്. 13 സബ്സിഡി സാധനങ്ങളിൽ 12 എണ്ണത്തിൻ്റെയും വില കൂടിയിട്ടുണ്ട്. ഇന്നത്തെ കണക്കനുസരിച്ച് മന്ത്രിയാണ് ഈ വിവരം പറഞ്ഞത്. ഏതൊക്കെ സാധനങ്ങൾക്കാണ് എത്ര വിലയാണ് കൂടിയിരിക്കുന്നത് എന്ന്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ VV വിനോദിന്റെ റിപ്പോർട്ട് കാണാം. സപ്ലൈകോ സബ്സിഡി സാധനങ്ങളുടെ വിലവർധനയെ ചൊല്ലിയുള്ള ചർച്ച നിയമസഭയെ ബഹളത്തിൽ മുക്കി. സബ്മിഷനായാണ് പ്രതിപക്ഷം ഇന്ന് സഭയിൽ വിഷയം ഉന്നയിച്ചത്. നേരത്തെ തന്നെ സഭ ചേരുന്ന സമയത്ത് മന്ത്രിയോട് വിലവർധനയെക്കുറിച്ച് പ്രതിപക്ഷം ആരാഞ്ഞിരുന്നു. പക്ഷേ ഒരു പ്രതികരണവും മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. പിന്നീട് മന്ത്രിസഭാ യോഗം ചേർന്ന് സബ്സിഡി നിരക്ക് കുറയ്ക്കാനുള്ള തീരുമാനമെടുത്തു. അക്കാര്യവും സഭയെ അറിയിക്കുകയോ ഔദ്യോഗികമായി പറയുകയോ ചെയ്തില്ല. മറിച്ച് മാധ്യമങ്ങളോടാണ് ഇന്ന് മന്ത്രി ഇക്കാര്യം പറഞ്ഞത്. മാത്രവുമല്ല, മാധ്യമങ്ങളിൽ ഈ വാർത്ത അച്ചടിച്ചു വരികയും ചെയ്തിരുന്നു. നിയമസഭ ചേരുമ്പോൾ ഇക്കാര്യം സഭയെയാണ് അറിയിക്കേണ്ടിയിരുന്നത്. അവകാശ ലംഘനമാണ് സംഭവിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. സാർ, ഇത് പൊതുവിപണിയിൽ ഉണ്ടാക്കുന്ന ആഘാതം എത്ര വലുതായിരിക്കും? ഈ സഭ സമ്മേളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരമൊരു തീരുമാനം എടുക്കുന്നത്, അതിനെയാണ് സാർ ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. എത്ര അപകടകരമായ, സഭയെ അറിയിക്കാതെ എടുത്ത ഈ തീരുമാനം എത്ര അപകടകരമായ ഒരു തീരുമാനമാണ് പൊതുവിപണിയിൽ ഉണ്ടാക്കാൻ പോകുന്നത്. 2014 മുതൽ സബ്സിഡി സാധനങ്ങളുടെ വില ഒരേ നിരക്കിൽ തുടരുകയാണ്. സപ്ലൈകോ നിലനിർത്തുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ
യുക്തിസഹതമായി വില വർധന കൊണ്ടുവന്നത്. ഒരു സമിതിയെ നിയോഗിച്ചിരുന്നു. ഈ സമിതി ശുപാർശ ചെയ്തത് 20% വരെ സബ്സിഡി മതി എന്നാണ്. എന്നാൽ 70% വരെ സബ്സിഡി ഉണ്ടായിരുന്നത് 35% വരെ ആക്കാമെന്ന നിർദ്ദേശമാണ് ഭക്ഷ്യവകുപ്പ് മുന്നോട്ട് വെച്ചത്. വലിയ സാമ്പത്തിക ബാധ്യതയുണ്ട്. പ്രതിമാസം ഏതാണ്ട് 32 കോടി രൂപയുടെ ബാധ്യതയാണ് സപ്ലൈകോയ്ക്ക് ഉണ്ടാകുന്നത്. സ്ഥാപനം പിടിച്ചു നിൽക്കണമെങ്കിൽ ഈ ഒരു സബ്സിഡി നിരക്കിലെ കുറവ് അത് അനിവാര്യമാണെന്ന് മന്ത്രി GR അനിൽ വ്യക്തമാക്കി. ഈ സംവിധാനം സുസ്ഥിരവും ശാശ്വതവുമായി നിലനിർത്തുന്നതിന് സബ്സിഡി വിലകൾ ശാസ്ത്രീയമായും യുക്തിസഹമായും പരിഷ്കരിക്കേണ്ടത് അനിവാര്യമാണെന്ന് സർക്കാരിന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് സാർ ഈ തീരുമാനം കൈക്കൊണ്ടത്. മന്ത്രിയുടെ മറുപടിയിൽ പ്രതിപക്ഷം തൃപ്തരായില്ല. അവർ നടുത്തളത്തിലിറങ്ങി ബഹളമുണ്ടാക്കി, പ്ലക്കാർഡുകളും ബാനറുകളും ഉയർത്തി. സ്പീക്കർ തന്നെ റൂളിംഗ് നൽകേണ്ട സാഹചര്യമുണ്ടായി. സ്പീക്കറുടെ മുഖം മറച്ച് ബാനറുകൾ വെക്കുന്നത് ശരിയല്ല എന്ന് സ്പീക്കർ പറഞ്ഞു. സെക്കൻഡ് സബ്മിഷൻ ഇത് ശരിയല്ല കേട്ടോ. ചെയറിന്റെ മുഖം മറക്കുന്നത് ശരിയല്ല. ഇത് ശരിയല്ല കേട്ടോ. ചെയറിന്റെ മുഖം മറക്കുന്ന രീതി ശരിയല്ല. മരുന്നിന്റെ ലഭ്യത വലിയ ഇത് ശരിയല്ല ചാണ്ടി, ഇത് ശരിയല്ല. റിപ്പോർട്ട് സമർപ്പണം. എന്നാൽ പ്രതിപക്ഷം ബഹളം തുടരുകയായിരുന്നു. ഒടുവിൽ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് സഭാ നടപടികൾ വെട്ടിച്ചുരുക്കി സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. വി വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം. നിയമസഭയിൽ ഇന്ന് മറ്റൊരു വിഷയത്തിലും ബഹളമുണ്ടായി. നേരത്തെ ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ കൈകാര്യം ചെയ്തിരുന്നു. ഇതിനെയും രക്ഷാപ്രവർത്തനം എന്നായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത്. ഇക്കാര്യമാണ് നിയമസഭയിൽ ഉന്നയിക്കാൻ ഇന്ന് പ്രതിപക്ഷം ശ്രമിച്ചത്. പക്ഷേ ഇത് പഴയ വിഷയമാണ് എന്നാണ് സ്പീക്കർ നിലപാടെടുത്തത്. അതുമാത്രമല്ല, കോടതിയുടെ പരിഗണനയിലാണ് വിഷയം എന്നും സ്പീക്കർ പറഞ്ഞു. നിയമസഭയിൽ ഉന്നയിക്കാൻ അനുവദിച്ചില്ല. പഴയ സംഭവം എന്നാണ് സ്പീക്കർ പറഞ്ഞത്. കോടതിയുടെ പരിഗണനയിലുള്ള വിഷയം അടിയന്തര പ്രമേയമായി കൊണ്ടുവരേണ്ട എന്നും സ്പീക്കർ നിർദ്ദേശം നൽകി. അന്വേഷണം ഇല്ലെന്ന് പ്രതിപക്ഷം നിയമസഭയിൽ പറഞ്ഞു. പോലീസ് മുഖ്യമന്ത്രിയുടെ ഗൺമാനെയും സുരക്ഷാ ഉദ്യോഗസ്ഥരെയും സംരക്ഷിക്കുകയാണെന്നാണ് പ്രതിപക്ഷം നിയമസഭയിൽ പറഞ്ഞത്. അതുകൊണ്ടാണ് ചോദ്യം ചെയ്യലിന് പോലും ഇവർ ഹാജരാകാത്തത് എന്നും പ്രതിപക്ഷം നിയമസഭയിൽ പറഞ്ഞു. VD സതീശനാണ് ഈ വിഷയം ഉന്നയിച്ചത്. നിയമസഭയിലെ ഭരണ പ്രതിപക്ഷ വാക്കുതർക്കത്തിലേക്ക്. 2 പ്രാവശ്യത്തെ നോട്ടീസ് പോലീസ് സ്റ്റേഷനിൽ ഹാജരാവാൻ പറഞ്ഞ് ഇവർക്ക് കൊടുത്തിട്ടും പോകുന്നില്ല. മുഖ്യമന്ത്രിയുടെ ഇടതും വലതും ഭാഗത്ത് നടക്കുന്ന ആളുകൾ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാത്ത ക്രിമിനലുകളായി നടക്കുകയാണ്. അല്ലാതെ ഇത് ബഹുമാനപ്പെട്ട സ്പീക്കർ ഇതിന്റെ അനുമതി നിഷേധിക്കാൻ വേണ്ടി പറഞ്ഞതുപോലെ ഇതൊരു റീസെന്റ് ഒക്കറൻസ് അല്ല, സമീപകാലത്ത് നടന്ന സംഭവമല്ലെന്നാണ്. ഈ സംഭവം ഇപ്പോഴും നിൽക്കുകയാണ്. അത് രക്ഷാപ്രവർത്തനമാണ്, മാതൃകാ പ്രവർത്തനമാണ്, ഇനിയും തുടരണം എന്ന് മുഖ്യമന്ത്രി കലാപത്തിന് വേണ്ടി ആഹ്വാനം ചെയ്തു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കെതിരായിട്ടായിരുന്നു യഥാർത്ഥത്തിൽ 1-ാം പ്രതിയായി കേസെടുക്കേണ്ടത്. മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാർക്കെതിരെ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്കെതിരായി നിയമ നടപടി, എല്ലാ തരത്തിലുള്ള നിയമ നടപടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. നിയമസഭയിൽ ഇന്ന് CAG സംസ്ഥാനത്തിന്റെ സാമ്പത്തിക നിലയെ പറ്റിയുള്ള റിപ്പോർട്ട് മേശപ്പുറത്ത് വയ്ക്കുകയുണ്ടായി. ഗുരുതരമായ ആരോപണമാണ് സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് CAG റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. സർക്കാർ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് പറഞ്ഞ പല കാര്യങ്ങളും CAG തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. സർക്കാരിനെതിരെയുള്ള റിപ്പോർട്ടാണ്. ധനകാര്യ മാനേജ്മെന്റ് മോശമാണെന്നാണ് CAGയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കടമെടുപ്പ് പരിധി കൂട്ടണം എന്ന് വീണ്ടും വീണ്ടും ആവശ്യപ്പെടുന്നുണ്ട് സംസ്ഥാന സർക്കാർ. പക്ഷേ ഇക്കാര്യത്തിൽ കിഫ്ബിയുടെ കാര്യത്തിൽ സർക്കാർ പറയുന്ന കാര്യങ്ങൾ തെറ്റാണെന്നും ബജറ്റിന് വെളിയിലുള്ള കടമെടുപ്പ് അത് ശരിയല്ല എന്നുമാണ് CAG റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ധനസൂചകങ്ങൾ എല്ലാം സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി മോശമാണ് എന്ന് തെളിയിക്കുന്നതാണെന്നും CAG റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതേസമയത്ത് CAG കാണേണ്ട കാര്യങ്ങൾ കണ്ടിട്ടില്ല എന്നായിരുന്നു ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞത്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ VV അരുണുണ്ട് നിയമസഭയിൽ. അരുൺ, എന്തൊക്കെ കാര്യങ്ങളാണ് CAG പറഞ്ഞത്? ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇന്നാണ് കേന്ദ്ര സർക്കാരുമായിട്ട് സംസ്ഥാന ധനമന്ത്രി ചർച്ച നടത്താൻ പോകുന്നത്. ഇതേ ദിവസം തന്നെ CAG കൊണ്ടുവന്നിരിക്കുന്ന റിപ്പോർട്ടിൽ കേന്ദ്രത്തിനെതിരെ സംസ്ഥാനം പറയുന്ന കാര്യങ്ങൾ തെറ്റാണെന്നല്ലേ പറയുന്നത്? CAGയും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള ദീർഘനാൾ തർക്കത്തിന്റെ ബാക്കി പത്രമായി തന്നെ ഇതിനെ കാണണം. ഈ പ്രധാനമായും ഇതിൽ വിമർശനങ്ങളുള്ളത് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ഉത്തരവാദിത്തങ്ങൾ നിയമത്തിലെ ലക്ഷ്യങ്ങളൊന്നും നേടിയെടുത്തിട്ടില്ല എന്ന വിമർശനമാണ്. സാമ്പത്തിക ഉത്തരവാദിത്തമില്ലായ്മ ഉണ്ട്, അത് ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നില്ല എന്നതാണ് പ്രധാനമായും. ധനക്കമ്മി GST അനുപാതം കൂടിയെന്ന് GSTP അനുപാതം കൂടിയെന്ന് ഈ റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നു അല്ലെങ്കിൽ നിരീക്ഷിക്കുന്നു. മൊത്തം കടത്തിന്റെ GSTPയുമായുള്ള ശതമാനത്തിലും വർധനയുണ്ട്. നഷ്ടപരിഹാരത്തിന് കിട്ടിയ
ബാക്ക് ടു ബാക്ക് ലോൺ കടമായി പരിഗണിച്ചിട്ടില്ല എന്ന വിമർശനമുണ്ട്. 2017-18 55.96% നികുതി വരുമാനം 21-22 50.2% കുറഞ്ഞു. കോവിഡ് കാലത്തെ ശോചനീയമായ നികുതി വരുമാനത്തിന് കാരണമെന്ന് CAG നിരീക്ഷിക്കുന്നു. കിഫ്ബിയിലെ സർക്കാർ ബാധ്യതയെ CAG തള്ളിക്കളയുന്നു. സ്വന്തം വരുമാനം മാറ്റിയാണ് സർക്കാർ കിഫ്ബി ബാധ്യതകൾ തീർക്കുന്നത്. ഇത് ശരിയായ പ്രവണതയല്ല. കിഫ്ബിയുടെ കടമെടുപ്പ് ഔട്ട് ഓഫ് ബജറ്റ് കടമെടുപ്പ് എന്ന സർക്കാർ വാദമാണ് വീണ്ടും CAG തള്ളുന്നത്. എന്നാൽ ബജറ്റിന് പുറത്തെ കടം വാങ്ങൽ വെളിപ്പെടുത്താതെ സർക്കാർ ഉത്തരവാദിത്തങ്ങൾ വെള്ളം ചേർത്തു എന്ന ആരോപണവും CAG റിപ്പോർട്ടിന്റെ ഭാഗമായുണ്ട്. സാമ്പത്തിക സ്രോതസ്സിനെ നിയമസഭയുടെ നിയന്ത്രണത്തിന് അതീതമാക്കിയെന്ന ഗുരുതരമായ കുറ്റപ്പെടുത്തലും CAG നടത്തും. എന്നാൽ ഇതിനെയൊക്കെ തള്ളിക്കളയുന്ന വാദമാണ് ഇതിന് നിരീക്ഷണത്തിൽ ധനമന്ത്രി KN ബാലഗോപാൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. നിയമസഭ തന്നെ കണ്ടെത്തിയ കാര്യത്തിനപ്പോൾ കടമെടുപ്പിൽ നിയമസഭ നിരാകരിച്ച നിരീക്ഷണങ്ങൾ ഈ ഓഡിറ്റിലും 2022 ഓഡിറ്റ് റിപ്പോർട്ടിലും CAG ആവർത്തിക്കുന്നുവെന്ന് ധനമന്ത്രി പറയുന്നു. കിഫ്ബിയുടെ കടമെടുക്കൽ സംസ്ഥാനത്തിന്റെ ബാധ്യതയല്ല, അത് ആകസ്മിക ബാധ്യത മാത്രമാണെന്ന നേരത്തെയുള്ള വിലയിരുത്തൽ സർക്കാർ ഇതിലും ആവർത്തിക്കുന്നുണ്ട്. സാമൂഹ്യ സുരക്ഷാ പെൻഷന്റെ കടവും അധിക ബാധ്യതയായി CAG ചൂണ്ടിക്കാട്ടുമ്പോൾ അതിനെയും സർക്കാർ ചോദ്യം ചെയ്യുന്നുണ്ട്. ഈ പെൻഷൻ ലിമിറ്റഡ് കടമെടുക്കുന്ന തുക വർഷാവർഷം തിരിച്ചടയ്ക്കുന്നുണ്ട്. സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ള കാര്യമാണ്. അതിനുവേണ്ടിയാണ് അത്തരം കടമെടുപ്പ് തുടരുന്നതിൽ തെറ്റില്ല. കേന്ദ്രം സാമ്പത്തിക ബുദ്ധിമുട്ടിരിക്കുമ്പോൾ സംസ്ഥാനത്ത് മറ്റു വഴികളില്ലാതെയാണ് അത്തരമൊരു കടമെടുപ്പിലേക്ക് പോകുന്നത്. വർഷാവർഷം തിരിച്ചടയ്ക്കാൻ സർക്കാരിന് കഴിയുന്നുണ്ടെന്ന വാദമാണ് ധനമന്ത്രി മുന്നോട്ട് വയ്ക്കുന്നത്. സംസ്ഥാനത്തെ ദാരിദ്ര്യം 1%, അത് ദേശീയ സൂചികകളേക്കാൾ വളരെ മുകളിലാണ്. അതിലേക്ക് എത്തിച്ചേരാൻ സംസ്ഥാനത്തിന് കഴിഞ്ഞത് ഇത്തരത്തിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കുന്നതുകൊണ്ട് തന്നെയാണ്. ഇക്കാര്യങ്ങളൊന്നും CAG കാണാതെ പോകുന്നുവെന്നും ധനമന്ത്രിയുടെ നിരീക്ഷണത്തിൽ അദ്ദേഹം ശരിയാണ് അരുൺ. എന്തായാലും അരുൺ ആദ്യം സൂചിപ്പിച്ചതുപോലെ CAGയും സർക്കാരും തമ്മിലുള്ള കൊമ്പുകോർക്കൽ നേരത്തെയും ഉണ്ടായിരുന്നു. ഇപ്പോൾ CAG റിപ്പോർട്ടിലൂടെ ഇതാണ് വെളിവാകുന്നത്. അതിനുള്ള ഒരു മറുപടി കൂടിയാണ് ഇന്ന് ധനമന്ത്രി നൽകിയിരിക്കുന്നത്. CAG കാണേണ്ട കാര്യങ്ങൾ കാണുന്നില്ല എന്ന് ധനമന്ത്രി പറയുകയാണ്. അതേസമയത്ത് തന്നെയാണ് ഇന്ന് നേരത്തെ പറഞ്ഞതുപോലെ വൈകിട്ട് ധനമന്ത്രി KN ബാലഗോപാലും ഉദ്യോഗസ്ഥരും കേന്ദ്രവുമായി ചർച്ച നടത്താൻ പോകുന്നത്. സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇങ്ങനെയൊരു ചർച്ച. ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടി MG മിഥുനുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന്. മിഥുൻ, ധനമന്ത്രി KN ബാലഗോപാൽ ഡൽഹിയിൽ പോയി ഉദ്യോഗസ്ഥരെ കൂട്ടി ചർച്ച നടത്തുന്നത് കേന്ദ്രം പണം നൽകുന്നില്ല, ഫണ്ട് അനുവദിക്കുന്നില്ല എന്നുള്ള കാര്യത്തിലാണല്ലോ. എന്തെല്ലാം കാര്യങ്ങൾ ഉന്നയിക്കുവാനുള്ള ശ്രമമാണ് നടക്കുന്നത്? ഇപ്പോൾ CAG റിപ്പോർട്ട് വന്നത് സ്വാഭാവികമായും സർക്കാരിനൊരു തിരിച്ചടിയാണ്. എങ്കിലും പറയേണ്ട കാര്യങ്ങൾ പറയുവാൻ തന്നെയല്ലേ തീരുമാനം? മഞ്ജു, തീർച്ചയായും വൈകിട്ട് 4 മണിക്കാണ് യോഗം ചേരുക. ചർച്ച നടത്തി സമവായത്തിലൂടെ കേന്ദ്ര സർക്കാരും സംസ്ഥാനവും ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കണമെന്നുള്ള സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇത്തരത്തിലുള്ളൊരു ചർച്ചയ്ക്ക് കൂടി കളമൊരുങ്ങുകയും ചെയ്തത്. സംഘത്തിൽ ധനമന്ത്രിക്ക് പുറമെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ KM എബ്രഹാം, ധനകാര്യ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി ചീഫ് സെക്രട്ടറി RK അഗർവാൾ, അഡ്വക്കേറ്റ് ജനറൽ RK ഗോപാലകൃഷ്ണക്കുറുപ്പ് എന്നിവരാണ് മറ്റംഗങ്ങൾ. കടമെടുപ്പ് പരിധി വെട്ടിക്കുറിച്ച കേന്ദ്ര സർക്കാരിന്റെ നടപടിക്കെതിരെ നമ്മൾ കണ്ടതാണ് ഡൽഹിയിലടക്കം മുഖ്യമന്ത്രിയും MP-മാരും MLA-മാരും അവിടെ പ്രതിഷേധം നടത്തുന്നത്. പിന്നീടാണ് ധനമന്ത്രിയാണ് ഇക്കാര്യത്തിൽ ഒരു നിയമ പോരാട്ടത്തിലൂടെ കൂടി പോകണം, സുപ്രീം കോടതിയെ സമീപിക്കണം എന്നൊരു നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നത്. ഇത് CPM-ഉം ഒപ്പം തന്നെ മുഖ്യമന്ത്രിയും അംഗീകരിച്ചതോടുകൂടിയാണ് സുപ്രീം കോടതിയെ സമീപിക്കാനൊരു സർക്കാർ തീരുമാനമെടുക്കുകയും ചെയ്തത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സുപ്രീം കോടതി ഈ ഒരു വിഷയം പരിഗണിച്ചപ്പോൾ സുപ്രീം കോടതി 2-അംഗ ബെഞ്ച് മുന്നോട്ട് വെച്ച ഒരു കാര്യമാണ്. അതായത് ആദ്യം കേന്ദ്ര സർക്കാരും ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരും ഇക്കാര്യത്തിൽ ഒരു ധാരണയിലെത്തുക, ഒരു സമവായ ചർച്ച നടത്തുക, അതിൽ ഉരുത്തിരിയുന്ന കാര്യങ്ങളൊക്കെ തന്നെ കോടതിയെ അറിയിക്കുക എന്നുള്ളൊരു നിർദ്ദേശം സുപ്രീം കോടതി മുന്നോട്ട് വെക്കുന്നു. തിങ്കളാഴ്ചയാണ് ഈ കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയിലേക്ക് വീണ്ടും വരുന്നത്. ഇക്കാര്യങ്ങൾ കൃത്യമായി അറിയിക്കാനുള്ള നിർദ്ദേശം സുപ്രീം കോടതി മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട്. കേരളത്തിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബലാണ് ഇത് സംബന്ധിച്ച്, അതായത് PF അടയ്ക്കാൻ പോലും വലിയ രീതിയിൽ നിവൃത്തിയില്ലാത്ത തരത്തിലേക്ക് സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് സംസ്ഥാന സർക്കാർ നീങ്ങുകയാണ്. ഒപ്പം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അടിയന്തരമായി ഇക്കാര്യത്തിലൊരു ഇടപെടൽ വേണമെന്നുള്ള നിർദ്ദേശം കേരളത്തിന് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ മുന്നോട്ട് വെച്ചു. ഇക്കാര്യം ഇന്നത്തെ ചർച്ചയിൽ കേന്ദ്ര സർക്കാരിനെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് സുപ്രീം കോടതി മുന്നോട്ട് വെച്ചിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതെ, സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് കളമൊരുങ്ങുന്നത്. ഇന്ന് വൈകിട്ടാണ് കേന്ദ്ര സർക്കാരുമായിട്ട് സംസ്ഥാന ധനമന്ത്രി ചർച്ച നടത്താൻ പോകുന്നത്. തിങ്കളാഴ്ച കേസ് പരിഗണിക്കുമ്പോൾ എന്താണ് സമവായം ഉണ്ടായിരിക്കുന്നത് എന്നുള്ള കാര്യം സുപ്രീം കോടതിയെ അറിയിക്കേണ്ടതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM-ന്റെ സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണ്? ഇക്കാര്യം അറിയാൻ ഇനി 1-2 ദിവസത്തെ കാത്തിരിപ്പ് മാത്രമേ ഉള്ളൂ. അന്തിമ രൂപത്തിലേക്ക് CPM-ന്റെ സ്ഥാനാർത്ഥി പട്ടിക പോവുകയാണ്. നാളെയാണ് CPM-ന്റെ സെക്രട്ടേറിയറ്റ്. ഇത് നിർണായകമാണ്. ഈ യോഗത്തിൽ
ഒരു അന്തിമ പട്ടിക തയ്യാറാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിലുള്ള മന്ത്രിമാർ ആരൊക്കെ മത്സരിക്കും, MLA-മാർ ആരൊക്കെ മത്സരിക്കും, ഇക്കാര്യങ്ങളാണ് അറിയുവാൻ ബാക്കിയുള്ളത്. VV അരുൺ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. സംസ്ഥാനത്ത് മാത്രമല്ല ദേശീയതലത്തിലും CPM-ന് ഏറ്റവും നിർണായകമായ ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് വരാനിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച പ്രകടനം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകണം. അത് മുൻകൂട്ടി കണ്ടുള്ള അതിനുവേണ്ടിയുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടികയാകും CPM തയ്യാറാക്കുക. പ്രാഥമികമായി ഏകദേശ രൂപം സംസ്ഥാന നേതൃത്വത്തിന് ഓരോ മണ്ഡലത്തിലെയും സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ഉണ്ട്. 15 മണ്ഡലങ്ങളിലാണ് ഇത്തവണ CPM മത്സരിക്കുക. കഴിഞ്ഞ തവണ 16 ഇപ്പോൾ ഒരു സീറ്റ് കേരള കോൺഗ്രസ് എമ്മിന് കോട്ടയം സീറ്റ് വിട്ടുതുടങ്ങി ഒരു 15 CPM-ന്റെ സീറ്റുകൾ ചുരുങ്ങിയിട്ടുണ്ട്. അതിൽ ഒരു സിംഗിൾ ഡിജിറ്റ് മറികടന്ന് ഇരട്ട അക്കത്തിലേക്ക് പരമാവധി കുറഞ്ഞത് 10 സീറ്റെങ്കിലും ലഭിക്കുന്ന തരത്തിലേക്ക് വിജയം വേണമെന്ന ഒരു ലക്ഷ്യമാണ് CPM-നുള്ളത്. അത് മുൻകൂട്ടി കണ്ട് അതിനുവേണ്ടിയുള്ള സ്ഥാനാർത്ഥി പട്ടികയാകും CPM തയ്യാറാക്കുക. സംസ്ഥാന സമിതി യോഗം സംസ്ഥാന സെക്രട്ടേറിയറ്റിന് സ്ഥാനാർത്ഥികൾ തീരുമാനിക്കാനുള്ള ചുമതല കൈമാറിയിരുന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ച് പ്രാഥമിക പട്ടിക തയ്യാറാക്കി കീഴ്ഘടകങ്ങളെ ജില്ലാ കമ്മിറ്റികളെ അറിയിക്കുകയാകും ചെയ്യുക. അവിടെ നിന്ന് അവരുടെ അഭിപ്രായങ്ങൾ കൂടി പരിഗണിച്ച ശേഷം കേട്ട ശേഷം അന്തിമ പട്ടികയിലേക്ക് പോകാനാണ് ആലോചന. മന്ത്രിമാർ മത്സരിക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തത. ഏതായാലും MLA-മാരിൽ ചിലരെങ്കിലും ഇത്തവണ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ടാകും. അതിൽ പറഞ്ഞു കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പേര് KK ശൈലജയുടേതാണ്. കണ്ണൂരിൽ നിന്നോ വടകരയിൽ നിന്നോ KK ശൈലജ പാർലമെന്റിലേക്ക് മത്സരിക്കാനാണ് സാധ്യത. അവർ മത്സരിച്ചാൽ ഒരു സീറ്റ് ഉറപ്പിക്കാമെന്ന് CPM കരുതുന്നു. മന്ത്രി K രാധാകൃഷ്ണൻ ആലത്തൂരിൽ നിന്ന് മത്സരിക്കുന്ന തരത്തിലുള്ള സൂചനകളുണ്ട്. അതൊരു അന്തിമ രൂപമായിട്ടില്ല. പകരം അവിടെ ഒരു നല്ല സ്ഥാനാർത്ഥിയെ ഒരു പുതുമുഖത്തെ ഇറക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ അവിടുത്തെ പാർട്ടി ഘടകം സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. ആ പേരുകളിലേക്കൊക്കെ ചർച്ചകൾ പോകും. തോമസ് ഐസക് മുൻ ധനമന്ത്രി പത്തനംതിട്ടയിൽ നിന്ന് മത്സരിക്കാനുള്ള സാധ്യതയാണ് ഏറ്റവും അധികം പറഞ്ഞു കേൾക്കുന്നത്. ആലപ്പുഴയാണ് തോമസ് ഐസക് താല്പര്യമെങ്കിലും അവിടെ സിറ്റിംഗ് MP AM ആരിഫിനെ മാറ്റാൻ ഇടയില്ല. G സുധാകരൻ പോലുള്ള പേരുകൾ നേരത്തേക്ക് ഉയർന്നെങ്കിലും അത് പരിഗണിക്കാൻ ഇടയില്ല എന്ന സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. MLA-മാരെ മത്സരരംഗത്ത് ഇറക്കാൻ CPM ആലോചിക്കുന്ന ഒരു മണ്ഡലം ഒരു കാലത്ത് CPM-ന്റെ ഉറച്ച കോട്ടയായിരുന്ന ആറ്റിങ്ങലാണ്. അവിടെ ജില്ലാ സെക്രട്ടറി കൂടിയായ V ജോയിയുടെ പേരിനാണ് മുൻഗണന. VK പ്രശാന്ത്, കടകംപള്ളി സുരേന്ദ്രൻ തുടങ്ങിയ പേരുകളുണ്ടെങ്കിലും കടകംപള്ളി സുരേന്ദ്രനോട് ജില്ലാ നേതൃത്വത്തിന് കടുത്ത എതിർപ്പുണ്ട്. ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ കടകംപള്ളിക്കെതിരെ രംഗത്തുണ്ട്. അതുകൊണ്ട് തന്നെ കടകംപള്ളി സ്ഥാനാർത്ഥികളുടെ സാധ്യത കുറവെന്നാണ് CPM കേന്ദ്രങ്ങൾ നൽകുന്ന വിവരം. V ജോയി, മറ്റൊന്ന് VK പ്രശാന്താണ്. VK പ്രശാന്തിനെ മത്സരിപ്പിച്ചാൽ വട്ടിയൂർക്കാവിൽ പിന്നീട് VK പ്രശാന്ത് ആറ്റിങ്ങൽ ജയിച്ചു വന്നാൽ വട്ടിയൂർക്കാവ് നിലനിർത്തുക അത്ര എളുപ്പമുള്ള കാര്യമില്ല. അതുകൊണ്ട് അവിടെ V ജോയിയുടെ പേരിന് തന്നെയാണ് ഇപ്പോഴും മുൻഗണനയുള്ളത്. കൊല്ലത്ത് സ്ഥാനാർത്ഥിയാകുന്ന കാര്യത്തിൽ ഏകദേശ രൂപം നേതൃത്വത്തിന് ആയിട്ടില്ല എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. അവിടെ MLA-മാർ ആയ M മുകേഷിന്റെയും നൌഷാദിന്റെയും ഒക്കെ പേരുകൾ പറഞ്ഞു കേൾക്കുന്നു. പുതുമുഖ സ്ഥാനാർത്ഥി വന്നാലും അതിശയപ്പെടാനില്ല. കോഴിക്കോട് മുതിർന്ന അംഗവും കേന്ദ്ര കമ്മിറ്റി അംഗവും കൂടിയായ മുതിർന്ന നേതാവും കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ എളമരം കരീം, DYFI വസീഫ് തുടങ്ങിയ പേരുകളാണ് പരിഗണനയിലുള്ളത്. അത്തരത്തിൽ എല്ലാ മണ്ഡലങ്ങളിലും ഏറ്റവും വിജയസാധ്യത സ്ഥാനാർത്ഥികളെയാണ് CPM തേടുന്നത്. നവകേരള സദസ്സിന്റെ ഒരുക്കങ്ങളുടെ ഭാഗമായി സംഘടന പൂർണ്ണ സജ്ജമായി കഴിഞ്ഞു. പാർട്ടിയും മുന്നണിയും സജ്ജമാണ്. നല്ല സ്ഥാനാർത്ഥികൾ രംഗത്തിറക്കി പരമാവധി സീറ്റുകൾ പിടിച്ചെടുത്ത് ദേശീയ പാർട്ടി പദവി നിലനിർത്തുക എന്ന വലിയൊരു ഉത്തരവാദിത്തം കൂടിയാണ് CPM-ന്റെ കേരള സംസ്ഥാന ഘടകത്തിന് മുന്നിലുള്ള വലിയ വെല്ലുവിളി. അതിന് തക്ക സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കുക എന്നതിന് ചർച്ചകളാകും സംസ്ഥാന സെക്രട്ടേറിയറ്റ് നടക്കുക. അധികം വൈകാതെ ഒരാഴ്ചയ്ക്കുള്ളിലെങ്കിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചരണ രംഗത്ത് ഒരു മേൽക്കൈ നേടാനാണ് CPM-ന്റെ ശ്രമം. ഇനി അധികം ദിവസങ്ങൾ കാത്തിരിക്കേണ്ടി വരില്ല. മിക്കവാറും നാളെയോടുകൂടി തന്നെ CPM-ന്റെ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപമാകും. ഏതാനും മണ്ഡലങ്ങളിൽ മാത്രമാണ് സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഇപ്പോൾ അനിശ്ചിതത്വം ബാക്കിയുള്ളത്. അതേസമയം UDF-ൽ മുസ്ലിം ലീഗ് 3ാം സീറ്റിനായി അവകാശവാദം ഉന്നയിച്ചത് ആദ്യം ഗൗരവത്തിലെടുത്തിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അത് കൂടുതൽ ഗൗരവത്തിലുള്ളതാക്കി മാറ്റുകയാണ് മുസ്ലിം ലീഗ്. ആ 3ാം സീറ്റ് തങ്ങൾക്ക് അവകാശപ്പെട്ടത് തന്നെയാണെന്നാണ് ലീഗിന്റെ മുതിർന്ന നേതാക്കളും പറയുന്നത്. ഇന്ന് ന്യൂസ് 18 കേരളവുമായി സംസാരിച്ചപ്പോൾ ET മുഹമ്മദ് ബഷീർ MP ഇക്കാര്യം ആവർത്തിക്കുകയും ചെയ്തു. ആദ്യം ET മുഹമ്മദ് ബഷീറിന്റെ വാക്കുകളിലേക്ക്. അത് ഈ സ്ഥാനാർത്ഥിത്വത്തിന്റെ എല്ലാ വശങ്ങളും നമ്മൾ ചർച്ച ചെയ്യാൻ തുടങ്ങിയില്ലല്ലോ. സീറ്റിന്റെ തീരുമാനം വന്നതിന് ശേഷം അതിനെപ്പറ്റി ചർച്ച ചെയ്യണം. അതിപ്പോ തുടങ്ങുമോ? അതല്ലാതെ നമ്മളിപ്പോ സീറ്റിന്റെ സംഗതി എങ്ങനെ ഏത് വനിതാ പ്രാതിനിധ്യം അല്ലെ പിന്നെ യുവജന ഇതൊക്കെ വളരെ ഗൗരവപ്പെട്ട പ്രശ്നങ്ങൾ തന്നെയാണ്. അതൊന്നും ആ ഡിസ്കഷനിലേക്കൊന്നും പോയിട്ടില്ല. അപ്പൊ പോവാതെ നമ്മൾ നിങ്ങളോട് എന്തെങ്കിലും ഊഹത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ അത് വസ്തുതാപരമാവില്ലല്ലോ. അത് അതിന്റെ സംഗതി ഇല്ല, തീരെയില്ല. പുറകോട്ട് പോകുന്ന പ്രശ്നമേ ഇല്ല. അതിലേക്കൊന്നും പോയില്ല. ഏത് സീറ്റാണോ? ഞങ്ങൾക്ക് 3ാം സീറ്റ്
താരതമ്യേന മുസ്ലിം ലീഗിന് കൂടുതൽ സ്വാധീനമുള്ള ആ മേഖല നോക്കി പറയും. അതല്ലാതെ ഇന്ന സീറ്റ് എന്നുള്ള ഡിസ്കഷനിലേക്ക് പോയിട്ടില്ല. അത് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ അതിന്റെ ഒരു മാനദണ്ഡം എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന് മത്സരിക്കുന്നതിൽ കൂടുതൽ സാഹചര്യങ്ങളുള്ള സ്ഥലം നോക്കിയിട്ട് രണ്ട് കൂട്ടരും തമ്മിലുള്ള ചർച്ചയിലൂടെ അത് ഫൈനലൈസ് ചെയ്യും. അതിൽ സംശയമില്ല. മൂന്നാമത്തെ സീറ്റ് വേണം എന്ന് തന്നെയാണ് മുസ്ലിം ലീഗ് പറയുന്നത്. ഇ ടി മുഹമ്മദ് ബഷീർ ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് UDF-ൽ ചർച്ച നീണ്ടുപോകാൻ കാരണം മുസ്ലിം ലീഗിന്റെ ഈ മൂന്നാം സീറ്റ് ആവശ്യമാണെന്ന കാര്യം വ്യക്തമാവുകയാണ്. മലപ്പുറത്ത് നിന്ന് CV അനുമോദ് ഉണ്ട് കൂടുതൽ വിവരങ്ങൾ നൽകാൻ. അനുമോദ്, നേരത്തെ പറഞ്ഞ പോലെ ലീഗ് ഇത് പതിവ് ഉള്ള ചോദ്യം എന്നാണല്ലോ പ്രതീക്ഷിച്ചത്. പക്ഷേ അതിനേക്കാൾ ഗൗരവമുള്ളതായി മാറുന്നുണ്ടോ? മൂന്നാമത്തെ സീറ്റ് ഏത് എന്ന് ചോദിക്കുമ്പോൾ ആ ഒരു സീറ്റ് കൃത്യമായിട്ട് ഏത് മണ്ഡലം എന്ന് ഇപ്പോഴും ലീഗ് പറയുന്നില്ല. എന്തെങ്കിലും മറ്റ് സമ്മർദ്ദമാണോ ഇതിന് പിന്നിലുള്ളത്? മഞ്ജുഷ, ഈ വിഷയത്തിൽ ലീഗ് നിലപാട് കടുപ്പിച്ച് തന്നെയാണ്. മുൻപൊക്കെ എല്ലാ തവണയും സീറ്റ് ചോദിക്കുമ്പോൾ ലീഗിനെ കോൺഗ്രസ് അനുഭാവപൂർവ്വം പരിഗണിച്ച് സൗഹൃദത്തിൽ സീറ്റ് കൊടുക്കാതെ സംസാരിപ്പിച്ച് കൂടെ നിർത്തി അവസാനിപ്പിക്കുന്ന ഒരു ശൈലിയാണുള്ളത്. ഇത്തവണയും അതിന് തന്നെയാണ് സാധ്യതയുള്ളത്. പക്ഷേ ലീഗിൻ്റെ നിലപാട് അല്പം കടുപ്പിച്ച് തന്നെയാണ്. ഇത് ലീഗിൻ്റെ താഴെ തട്ടു മുതൽ മുകൾ തട്ട് വരെയുള്ള ഒരേ വികാരമാണ് മൂന്നാം സീറ്റ് വേണം എന്നുള്ളത്. കാരണം കാലങ്ങളായിട്ട് ഉയരുന്ന ആവശ്യമാണ് ലീഗിൻ്റെ ശക്തിക്കനുസരിച്ചുള്ള സീറ്റിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കേണ്ടതുണ്ടെന്ന്. അതുപോലെ തന്നെ ഈ ചർച്ച അനിശ്ചിതകാലത്തേക്ക് നീണ്ടുപോകുന്നതിൽ ഒരു അതൃപ്തിയും ലീഗിനുള്ളിൽ തന്നെയുണ്ട്. കാരണം ഇടതുപക്ഷം നിലവിൽ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ള അവസാന ഘട്ടത്തിലെത്തിക്കഴിഞ്ഞു. മറുവശത്ത് ഈ സീറ്റ് തർക്കം തുടരുന്നൊരു സാഹചര്യം, സീറ്റിൽ ഒരു തീരുമാനമാവാത്തതിൻ്റെ അതൃപ്തി ലീഗിൽ ഉണ്ട്. സ്വാഭാവികമായിട്ടും ഇത് കോൺഗ്രസിനെ പരിഗണിക്കേണ്ടതായിട്ട് വരും. നിലവിൽ മൂന്നാം സീറ്റ് എന്ന ആവശ്യത്തിൽ ലീഗ് ഉറച്ചു നിൽക്കുകയാണെങ്കിൽ കോൺഗ്രസ് അത് കൊടുക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു ഉറപ്പും ഇല്ല. കാരണം ഈ ഒരു മൂന്നാം സീറ്റ് നൽകുമ്പോൾ കോൺഗ്രസിൻ്റെ കയ്യിലുള്ള ഒരു സീറ്റാണ് ഇല്ലാതെയാകുന്നത്. അത് ദേശീയ തലത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഈ ഒരു കണക്കിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നൊക്കെയാണ് കോൺഗ്രസ് വിശദീകരിക്കുന്നത്. പക്ഷേ സൗഹൃദപൂർവ്വം അടുത്ത ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റ് നൽകാമെന്ന അനുനയത്തിലൂടെ ഈ ഒരു പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമമാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അങ്ങനെ ഒരു സമ്മർദ്ദത്തിലാണോ എന്നുള്ള സംശയം വരുമ്പോൾ അത് ഒരു രാജ്യസഭാ സീറ്റിൽ അവസാനിക്കുമെന്നാണ് കരുതുന്നത്. പക്ഷേ അപ്പോഴാണ് അനുമോദ് പറയുന്നത് അങ്ങനെയല്ല, ചിലപ്പോൾ മൂന്നാം സീറ്റിന് വേണ്ടി കടുംപിടുത്തമാണെന്ന്. മറ്റൊരു കാര്യം, ഒരു പുതുമുഖത്തെ പരീക്ഷിക്കുമെന്ന് മുസ്ലിം ലീഗ് പറയുന്നുണ്ട്. അങ്ങനെ പുതുമുഖത്തെ ഇറക്കണമെങ്കിൽ ഈ 2 സീറ്റിൽ ഒന്നിൽ പുതുമുഖത്തെ ഇറക്കാം എന്നുള്ളതാണ്. ഇപ്പോൾ ഫൈസൽ ബാബുവിനെയോ ഫിറോസിനെയോ പരിഗണിക്കാമെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ സമദാനിയോ ബഷീറോ മാറേണ്ടി വരുമല്ലോ ഈ മൂന്നാമത്തെ സീറ്റ് ഇല്ലെങ്കിൽ. അത്തരത്തിലൊരു ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിൽ സാധ്യത വളരെ കുറവായിട്ട് തന്നെ വേണം കാണാൻ. കാരണം സമദാനിയെ പോലെയും ബഷീറിനെ പോലെയും മുതിർന്ന നേതാക്കൾക്ക് അവരെ മാറ്റി ഒരു പുതുമുഖത്തെ പരീക്ഷിക്കുക മലപ്പുറത്തും പൊന്നാനിക്കും എന്നുള്ളത് നിലവിൽ ചർച്ചകളിലുണ്ടെങ്കിലും അത് പ്രായോഗികമായിട്ട് ലീഗിന് നടപ്പാക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അത്ര എളുപ്പത്തിൽ അത് ഇംപ്ലിമെൻറ്റേഷൻ ലീഗിന് കഴിയില്ല. മൂന്നാം സീറ്റ് കിട്ടുകയാണെങ്കിൽ മാത്രമായിരിക്കും ഒരു യുവാവിനെ പരീക്ഷിക്കുകയുണ്ടാവുക. നിലവിലെ സാഹചര്യത്തിൽ എല്ലാ പേരുകളും ഈ അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നുണ്ടോ, ഉയർന്നു നിൽക്കുന്നുണ്ടോ എന്നല്ലാതെ ഈ MLA നിലവിലുള്ള MP-മാരെ മാറ്റി അവിടേക്കൊരു പുതുമുഖത്തെ കൊണ്ടുവരാനുള്ള സാധ്യത വളരെ കുറവാണ്. എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മലപ്പുറത്തും പൊന്നാനിയിലും ഒരുപക്ഷെ ഇ ടി മുഹമ്മദ് ബഷീർ മലപ്പുറത്തും സമദാനി പൊന്നാനിയിലേക്ക് മാറാനുള്ളൊരു സാധ്യതയുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു പുതുമുഖം ഈ ഒരു ഘട്ടത്തിൽ വരാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാണ് ലീഗിന്റെ ശരിയാണ് അനുമോദ്. പക്ഷേ ഇത് എന്താണ് പ്രശ്നമെന്ന് വെച്ചാൽ ഈ ഒരു ലീഗും കോൺഗ്രസും തമ്മിലുള്ള ഈ ചർച്ച നീണ്ടുപോകുന്നത്, ലീഗും കോൺഗ്രസുമായുള്ള ഈ ചർച്ച നീണ്ടുപോകുന്നത് മറ്റൊരു പ്രശ്നത്തിന് കൂടി കാരണമായിരിക്കുകയാണ്. കോട്ടയത്ത് കേരള കോൺഗ്രസുകളുടെ നേർക്കുനേർ പോരാട്ടമാണ്. അവിടെ UDF-ൽ സീറ്റ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിനാണ്. പക്ഷേ LDF-ൽ കേരള കോൺഗ്രസ് മാണി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. തോമസ് ചാഴികാടൻ പ്രചാരണവും തുടങ്ങിക്കഴിഞ്ഞു. പക്ഷേ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് ഇതുവരെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഫ്രാൻസിസ് ജോർജാണ് അവരുടെ മനസ്സിലുള്ളത്. പക്ഷേ ഫ്രാൻസിസ് ജോർജിനെ ഇറക്കാൻ കഴിയാതെ വരുന്നത് ഇപ്പോൾ ലീഗും കോൺഗ്രസും തമ്മിലുള്ള ചർച്ച പൂർത്തിയാകാത്തതാണ്. കോട്ടയം സീറ്റുമായി ഇതിന് ബന്ധമില്ല എങ്കിൽ പോലും ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രഖ്യാപനം സാധ്യമാകുന്നില്ല. ഇത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തെ കുഴയ്ക്കുകയാണ്. ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ നൽകാൻ G ശ്രീജിത്തിന്റെ റിപ്പോർട്ട് കാണാം. ഇന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് കടക്കാനായിരുന്നു കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ ഉണ്ടായിരിക്കുന്ന ധാരണ. നേരത്തെ തന്നെ കഴിഞ്ഞ UDF യോഗത്തിന് ഏതാണ്ട് 5-ാം തീയതി ചേർന്ന UDF യോഗത്തിന് പിന്നാലെ 6-ാം തീയതി പ്രഖ്യാപിക്കാൻ അവർ തീരുമാനിച്ചിരുന്നു. പക്ഷേ UDF-ലെ ചർച്ച തുടരുന്നൊരു സാഹചര്യത്തിലാണ് അന്ന് പ്രഖ്യാപനം മാറ്റിവെച്ചത്. ഇന്നും നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ലീഗും കോൺഗ്രസും തമ്മിലുള്ള സീറ്റ് വിഭജനത്തിൽ അന്തിമ തീരുമാനമുണ്ടായില്ല. ഇതാണ്
ഈ ഒരു പ്രഖ്യാപനത്തിലേക്ക് കടക്കുന്നതിൽ കേരള കോൺഗ്രസിന് മുന്നിൽ വിലങ്ങുതടിയായത്. ജോസ് കെ മാണി വിഭാഗം ഇതിനകം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് മുന്നോട്ട് പോയ സാഹചര്യം PJ ജോസഫ് UDF നേതൃത്വത്തെ ചൂണ്ടിക്കാട്ടി. അതുകൊണ്ട് തന്നെ തങ്ങൾക്കിനി വൈകാനാകില്ല, വേഗത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി പ്രചരണത്തിലേക്ക് കടക്കണമെന്ന നിലപാട് ജോസഫ് ഗ്രൂപ്പ് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ അവർ അനുമതിയും തേടിയിട്ടുണ്ട്. കോൺഗ്രസ് നേതൃത്വം ഇതിൽ അനുമതി നൽകിയിട്ടുണ്ട്. അതായത് കൊല്ലത്ത് RSPക്കും കോട്ടയത്തെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിനും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ അനുമതി നൽകിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അങ്ങനെ വരുമ്പോൾ ഒരുപക്ഷെ നാളെയോ മറ്റന്നാളോ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകും. കോട്ടയത്തായിരിക്കും വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തായിരിക്കും PJ ജോസഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക. ഫ്രാൻസിസ് ജോർജ് തന്നെ സ്ഥാനാർത്ഥിയാകും എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ഒടുവിലും സ്ഥിരീകരിക്കാൻ കഴിയുന്ന റിപ്പോർട്ടുകളുള്ളത്. ഫ്രാൻസിസ് ജോർജിനായി പോസ്റ്ററുകൾ ഉൾപ്പെടെ പതിപ്പിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് കടക്കുക, ചുവരുകൾ നിറയ്ക്കുക. അങ്ങനെ കേരള കോൺഗ്രസ് എം ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്കൊപ്പം തന്നെ പ്രചരണത്തിൽ എത്തി മുന്നേറ്റം നടത്തുക എന്നുള്ളതാണ് UDF ക്യാമ്പിൻ്റെ ഒരു വിലയിരുത്തൽ ഉള്ളത്. താഴെത്തട്ടിലുള്ള പ്രവർത്തനങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. എന്തായാലും K സുരേന്ദ്രൻ്റെ യാത്ര കഴിഞ്ഞാൽ BDJSും സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുമെന്നാണ് അറിയുന്നത്. തുഷാർ വെള്ളാപ്പള്ളി തന്നെ മത്സരിക്കുമെന്നും അറിയുന്നു. അത് ഒരു പുതിയ രാഷ്ട്രീയ വോട്ടെടുപ്പിനുള്ള സാധ്യത കൂടി കോട്ടയത്ത് തെളിയുന്നു എന്നുള്ളതാണ് എടുത്ത് പറയാനുള്ളത്. എന്തായാലും ഒരു ത്രികോണ പോരാട്ടത്തിന് കോട്ടയം വേദിയാകുകയാണ്. കോട്ടയത്ത് UDFന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം എന്തായാലും വൈകില്ല. 2 ദിവസത്തിനുള്ളിൽ തന്നെ ഫ്രാൻസിസ് ജോർജിനെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കും. വയനാട്ടിലേക്ക് പോവുകയാണ്. വയനാട്ടിൽ ഭീതി പരത്തുന്ന ബേലൂർ മഖനയെ പിടികൂടാൻ ഇതുവരെ വനവകുപ്പിന് കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇന്ന് ഇക്കാര്യത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾവനത്തിലേക്ക് പോയ ബേലൂർ മഖന ഇന്ന് കാടിറങ്ങിയിരിക്കുകയാണ്. ഒരു സ്വകാര്യ വ്യക്തിയുടെ കൃഷിയിടത്തിൽ ഈ ആനയെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ മയക്കുപിടി വയ്ക്കുവാനുള്ള ശ്രമം തുടരുന്നു. കൂടുതൽ വിവരങ്ങൾ നൽകാൻ MS അനീഷ് കുമാർ ചേരുകയാണ് വയനാട്ടിൽ നിന്ന്. അനീഷ്, ഇപ്പോൾ ഏത് പ്രദേശത്താണുള്ളത്? കഴിഞ്ഞ 2 ദിവസവും മയക്കുപിടി വയ്ക്കുവാനുള്ള ഒരു സാധ്യതയും ഇല്ലായിരുന്നു വനം വകുപ്പുകാർക്ക്. പക്ഷേ ഇന്ന് കാടിറങ്ങിയതോടുകൂടി ദൗത്യം എളുപ്പമാണെന്നാണോ ഉദ്യോഗസ്ഥർ പറയുന്നത്? എന്താണ് അവർ നൽകുന്ന വിവരങ്ങൾ? മഞ്ജുഷ്, കാടിറങ്ങിയെങ്കിലും ദൗത്യം ദുഷ്കരമായി തന്നെ തുടരുന്നു എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇപ്പോൾ പനവല്ലി റസൽക്കുന്ന് ഭാഗത്താണ് ഇപ്പോൾ ആനയുള്ളത്. ഒരു സ്വകാര്യ വ്യക്തിയുടെ തോട്ടമാണ്. പക്ഷേ ആ തോട്ടമെന്ന് പറയുമ്പോൾ സാധാരണ രീതിയിലുള്ള കാപ്പിത്തോട്ടമോ തേയിലത്തോട്ടമോ പോലുള്ള ഇടമല്ല. ഏതാണ്ട് ഉപേക്ഷിക്കപ്പെട്ട, ഏറെ നാളുകളായി കാര്യമായ പരിചരണം ഇല്ലാതെ കിടക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ആ തോട്ടം വലിയ വനഭൂമിക്ക് സമാനമായ രീതിയിലാണ് ഉള്ളത്. വലിയ ഇടതൂർന്ന മരങ്ങളും മറ്റുമൊക്കെയുണ്ട്. അത്തരത്തിൽ ഒരു ഇടത്താണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഈ ആനയെ മയക്കോടി വെക്കുക എന്നത് അത്ര എളുപ്പമുള്ള ജോലിയായി കരുതുന്നില്ല. ഏത് നിമിഷവും ആ ഭാഗത്തുനിന്നും കാട്ടിലേക്ക്, അവിടെ ഒന്നും വലിയ ദൂരമില്ല കാട്ടിലേക്ക് വീണ്ടും പ്രവേശിക്കാൻ. അങ്ങനെ കാട്ടിലേക്ക് കടക്കാനുള്ള സാധ്യതകളും തള്ളിക്കളയാൻ കഴിയില്ല. ഇന്നലെയാണ് രാത്രി 9:30 ഈ മണ്ണുണ്ടി ഭാഗത്തു നിന്നൊക്കെ ആന വന്ന് കാട്ടിക്കുളത്ത് റോഡ് മറികടന്ന് മറുവശത്തേക്ക് എത്തുകയും അവിടെ നിന്ന് മാനുവയൽ എന്ന സ്ഥലത്തേക്ക് രാവിലെ പോവുകയും ചെയ്തു. മാനുവയലിലായിരുന്നു ഇന്ന് രാവിലെ ആദ്യം സിഗ്നൽ ലഭിച്ചത്. ആ ഭാഗത്തേക്ക് പരിശോധനയ്ക്കായി ദൗത്യസംഘം എത്തിയപ്പോഴാണ് അവിടെ നിന്നും ഈ റസാക്കുന്നിലെ തോട്ടത്തിലേക്ക് നീങ്ങുകയും ചെയ്തത്. എന്തായാലും നിലവിൽ സ്ഥിതിഗതികളിൽ യാതൊരു പുരോഗതിയുമില്ല. നിലവിൽ ഉള്ള രീതിയിൽ തന്നെയാണ് ആനയുടെ സഞ്ചാരം. അതേ സ്ട്രാറ്റജികളുമായാണ് ഇപ്പോൾ വനംവകുപ്പും ആനയുടെ പുറകെ കൂടിയിരിക്കുന്നത്. ശരി അനീഷ്, എന്തായാലും 5ാം ദിവസമാണ് ഇപ്പോൾ ദൗത്യം. ശനിയാഴ്ച മയക്കുപിടി വയ്ക്കാൻ മന്ത്രി ഉത്തരവിട്ടതാണ്. അതുകൂടി കൂട്ടുമ്പോൾ 6ാം ദിവസമാണ് ഇപ്പോൾ വനംവകുപ്പിന്റെ ദൗത്യം. ബേലൂർ മഖനയെ പിടിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല. അച്ഛനെ കൊലപ്പെടുത്തിയ ആന വീണ്ടും എത്തുമോ എന്ന ഭയമുണ്ടെന്ന് ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിന്റെ മകൾ. പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാണ് വേണ്ടതെന്നും അൽന ന്യൂസ് 18 കേരളത്തോട് പറഞ്ഞു. അതുങ്ങൾക്ക് ഭക്ഷണം ഇല്ലാത്തതുകൊണ്ട് അതുങ്ങൾ ഇങ്ങോട്ട് വന്നത്. അതുങ്ങൾക്കുള്ള ഭക്ഷണമൊക്കെ കൊടുത്ത്, അതുങ്ങൾക്കുള്ള വെള്ളമൊക്കെ കൊടുത്ത് അതുങ്ങളെ പരിപാലിക്കുവാണെങ്കിൽ അത് അവിടെ തന്നെ നിന്നോളൂ. നാട്ടിലേക്ക് ഇറങ്ങാതെ അതുങ്ങൾ സൂക്ഷിച്ചോളൂ. അവർക്കുള്ള ഭക്ഷണം കാട്ടിക്കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് കാട്ടിൽ ഈ ഭക്ഷണത്തിനുള്ള സാഹചര്യം ഉണ്ടാക്കുക. ഈ വയനാട് എന്ന് വെച്ചാൽ മുക്കാലോളം ഇല്ലി പാനങ്ങളാണ്, ഇല്ലിയും കൊണ്ട് ഉണ്ടാക്കിയത്. അതുകൊണ്ടാണ് കർണാടക, തമിഴ്നാട് അവിടെയൊന്നും ഇല്ലിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് അവരിങ്ങോട്ട് വരുന്നത് ഇല്ലിയൊക്കെ കഴിക്കുക. അവിടെ ഫുഡ് മൊത്തം ഇല്ലിയല്ലേ, അതുകൊണ്ടാണ് ഇങ്ങോട്ട് വരല് കൂടുതൽ. എൻ്റെ മനസ്സ് പറയുന്നത് കടുവേൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ തന്നെ എല്ലാവരോടും ഡാഡി അറിഞ്ഞ എല്ലാ മെസ്സേജൊക്കെ ഇട്ടത് ഇവിടെ കടുവയുണ്ട് അങ്ങനെയാണ്, അതുകൊണ്ട് ആരും പുറത്തിറങ്ങില്ല എന്നൊക്കെ പറഞ്ഞ് ഡാഡി എല്ലാ സംവിധാനമൊക്കെ ചെയ്തു കൊടുത്ത ഫോറസ്റ്റ് ഫുഡും വെള്ളമൊക്കെ ഡാഡി ഏർപ്പാട് ചെയ്തിരുന്നു. ഡാഡി പടമലേൻ്റെ ഒരു തൂണാന്ന് എല്ലാവരും പറയാറ്.
ഡാഡി ഇല്ലെങ്കിൽ പടമല ഇല്ലാതെയായ കണക്കാന്ന് എല്ലാവരും. എന്ന് വെച്ചാൽ പടമലയിൽ എല്ലാ പണിക്കും, ലോഡ് പണിക്ക് പോലും ഡാഡി അങ്ങനെ എല്ലാവരുടെ അടുത്ത് പോയി നടക്കും. ഇപ്പോൾ ഒരു കല്യാണം ഉണ്ടെങ്കിൽ കല്യാണ വീട്ടിൽ പോയി ഫുഡിനുള്ള ഏർപ്പാടൊക്കെ ചെയ്യും. എല്ലാം ചെയ്തിട്ട് ഡാഡി വീട്ടിൽ വരാറുണ്ടായിരുന്നുള്ളൂ. ഫോറസ്റ്റ് വണ്ടി ആളെ കൊണ്ടുപോകുന്ന കണ്ടു, ആരാ ഞങ്ങൾക്കറിയില്ലായിരുന്നു. ഞങ്ങൾ കണ്ടപ്പോൾ ഞങ്ങളുടെ അടുത്ത് നിന്ന് ചേച്ചിനോട് പറഞ്ഞു, ചേച്ചി ആ വണ്ടി പോകുന്ന ചേട്ടൻ്റെ മേത്ത് മൊത്തം ചോരയാന്ന് പറഞ്ഞു. ഡാഡിയെന്നുള്ള കാര്യം ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയില്ലായിരുന്നു. പിന്നെ ഇവൻ അതിന് ആനയാന്ന് അറിഞ്ഞ പാട് ഇവൻ ഓടി വീട്ടിലേക്ക്. ഞാനും എൻ്റെ താഴെയുള്ള ചേച്ചിയും കൂടി വന്നപ്പോൾ ഞങ്ങളോട് ആ ചേച്ചിനൊരു ചേട്ടൻ പറഞ്ഞു, പഞ്ചിലച്ചിന് ആന തട്ടി, സീരിയസ് ആന്ന് പറഞ്ഞു. അത് കേട്ട് ഞാനിവിടെ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, അമ്മ ഡാഡി എന്തെന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു, ആന വന്നു, ആനേൻ്റെ പുറകെ പോയതാന്ന് പറഞ്ഞു. ഞാൻ അമ്മേനോട് പറഞ്ഞപ്പോൾ അമ്മ ഇവിടെ ഇറങ്ങി ചോദിച്ചപ്പോൾ ചെറിയ ചെറിയ മുറിവേ ഉള്ളൂ എന്ന് പറഞ്ഞു. അന്നേരം ഞങ്ങൾ അങ്ങനെ ആശ്വസിച്ചിരുന്നപ്പോൾ പിന്നെ സിസ്റ്റേഴ്സ് വന്നപ്പോൾ സിസ്റ്റേഴ്സാണ് പറഞ്ഞു ഞങ്ങളോട് പോയി എന്നുള്ള കാര്യം. എനിക്ക് പോയത് പോയി, ഇനി എനിക്കത് കിട്ടൂലല്ലോ ആര് വന്നാലും. നഷ്ടപരിഹാരത്തിലും കാര്യമൊന്നുമില്ലല്ലേ, ആളുകൾ ഇനി പോകാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. വയനാട്ടിൽ വന്യജീവി ആക്രമണം തുടർച്ചയായി ഉണ്ടാവുന്നതിൽ നടപടികളുമായി സർക്കാർ. വയനാട്ടിലെ ജനപ്രതിനിധികളുമായി തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി ചർച്ച നടത്തും. യോഗത്തിൽ വനമന്ത്രി AK ശശീന്ദ്രനും ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. കർഷകർക്ക് വേണ്ടി ശക്തമായ നിലപാടുമായി രംഗത്തെത്തിയിരിക്കുകയാണ് താമരശ്ശേരി രൂപത. ഇപ്പോൾ കൊടുക്കുന്ന നഷ്ടപരിഹാരം പര്യാപ്തമല്ല എന്ന് കഴിഞ്ഞ ദിവസം തന്നെ താമരശ്ശേരി രൂപത തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിരുന്നു. ലക്ഷങ്ങളല്ല, കോടികളുടെ നഷ്ടപരിഹാരമാണ് വേണ്ടതെന്നാണ് താമരശ്ശേരി രൂപത കഴിഞ്ഞ ദിവസം നിലപാടെടുത്തത്. ഇത് ശരിയാണെന്നും ഇതിനെ സാധൂകരിക്കുന്ന കാര്യങ്ങളാണ് മലയോര മേഖലകളിൽ നടക്കുന്നതെന്നുമാണ് താമരശ്ശേരി രൂപത പറയുന്നത്. ഫാദർ നോബിൾ ഇക്കാര്യം ന്യൂസ് 18നോട് പറഞ്ഞു. വന്യജീവി ആക്രമണത്തെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടപരിഹാര തുക നൽകണമെന്ന ആവശ്യം പൊതുജനത്തിന്റെ ഭാഗത്തുനിന്ന് ധാരാളമായിട്ട് ഉയരാറുണ്ട്. രൂപത അത് ഉന്നയിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള വന്യജീവി ആക്രമണങ്ങൾ ഉണ്ടാകുന്നതും അതിലൂടെ ജീവൻ നഷ്ടപ്പെടുന്നതും കർഷകരുടെ വിളകൾ നശിക്കുന്നതും കോടിക്കണക്കിന് രൂപയുടെ വിളനാശം ഉണ്ടാകുന്നതിന്റെ എല്ലാം അടിസ്ഥാനപരമായ ഒരു കാരണമെന്ന് പറയുന്നത് സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന ചില നയങ്ങളും കാര്യങ്ങളുമാണ്. 1980-കൾക്ക് ശേഷം വയനാട്ടിൽ ഏതാണ്ട് 23,200 ഹെക്ടർ സ്ഥലത്തോളം നിത്യഹരിത വനമായിരുന്ന വയനാട്ടിലെ കാടുകൾ വെട്ടി നശിപ്പിച്ച് സ്വാഭാവിക വനം നശിപ്പിച്ച് അവിടെ യൂക്കാലി, അക്കേഷ്യ, തേക്ക് പോലുള്ള ഉണങ്ങി വരേണ്ട കാലാവസ്ഥ സൃഷ്ടിക്കുന്ന വനം മരങ്ങൾ വെച്ച് പിടിപ്പിച്ചു. അതുകൊണ്ട് എന്ത് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ 1970-കൾക്ക് ശേഷം വന നിയമങ്ങൾ ശക്തിപ്പെടുകയും മൃഗസംരക്ഷണം എന്ന് പറയുന്ന ആശയത്തിന് പ്രസക്തി കൂടുകയും ചെയ്തപ്പോൾ മൃഗസംരക്ഷണം ഒരു വലിയ മുന്നേറ്റമായി മാറി. ധാരാളം മൃഗങ്ങൾ വർദ്ധിച്ചു. പക്ഷെ എന്ത് പറ്റുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൃഗങ്ങൾക്ക് അധിവസിക്കാനുള്ള കാട് ഇല്ലാത്ത ഒരു സാഹചര്യം വയനാട്ടിലുണ്ടായി. അപ്പം അങ്ങനെ സ്വാഭാവിക വനം നശിപ്പിച്ച് അവിടെ ഇത്തരത്തിലുള്ള തേക്കും യൂക്കാലിയൊക്കെ നട്ടു വളർത്തിയത് ഗവൺമെന്റ് സർക്കാർ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് മൃഗങ്ങൾ പെരുകുകയും അവർക്ക് ജീവിക്കാൻ കാടില്ലാതാവുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് മൃഗങ്ങൾ കാട് വിട്ട് നാട്ടിലേക്ക് മനുഷ്യന്റെ സ്വാഭാവിക വാസസ്ഥലങ്ങളിലേക്കും കൃഷിസ്ഥലങ്ങളിലേക്കും ഇറങ്ങുന്നത്. 60 കോടിയിലധികം രൂപയുടെ കൃഷിനാശമാണ്, അത് സർക്കാർ കണക്കുകൾ തന്നെ പറയുന്നു, മൃഗങ്ങൾ മൂലം ഉണ്ടായത്. 900-ലധികം മനുഷ്യജീവനാണ് കഴിഞ്ഞ 8 വർഷങ്ങൾക്ക് ഉള്ളിൽ ഇവിടെ കേരളത്തിൽ നഷ്ടപ്പെട്ടത്. കർഷകരുടെ ഡൽഹി ചലോ സമരം ഇന്നും തുടരുകയാണ്. പഞ്ചാബിലും ഹരിയാനയിലുമാണ് സമരം നടക്കുന്നത്. പഞ്ചാബ് ഹരിയാന അതിർത്തികളിൽ നിന്ന് ഡൽഹിയിലേക്ക് കടക്കുവാനായിട്ട് സമരക്കാരെ അനുവദിക്കുന്നുമില്ല. ഇന്ന് വൈകിട്ട് ചർച്ചയുണ്ടാകും. കർഷക നേതാക്കളുമായിട്ട് കേന്ദ്ര സർക്കാർ ചർച്ച നടത്തും. കൂടുതൽ വിവരങ്ങൾ നൽകാൻ ER രാഗേഷ് ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന്. രാഗേഷ്, സമരം അവസാനിപ്പിക്കുവാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ടോ? എന്തായാലും ഡൽഹിയിലേക്ക് സമരക്കാരെ കയറ്റില്ല എന്ന നിലപാട് ശക്തമാണല്ലോ. അതിർത്തി വിട്ട് ആർക്കും ഡൽഹിയിലേക്ക് കടക്കാൻ കഴിഞ്ഞിട്ടുമില്ലല്ലോ. മഞ്ജുഷ, നിർണായക ചർച്ചയാണ് ഇന്ന് നടക്കാനിരിക്കുന്നത്. വൈകിട്ട് 5 മണിക്കാണ് ചർച്ച നിശ്ചയിച്ചിരിക്കുന്നത്. കേന്ദ്രമന്ത്രിമാരായ പീയൂഷ് ഗോയൽ, അർജുൻ മുണ്ട, നിത്യാനന്ദ റായ് എന്നിവരാണ് ചണ്ഡീഗഡിൽ സമരം ചെയ്യുന്ന കർഷകരുമായി ചർച്ച നടത്തുക. ഏതായാലും 12 ഇന ആവശ്യങ്ങൾ കർഷകർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് താങ്ങുവില സംബന്ധിച്ച കാര്യം. താങ്ങുവിലയ്ക്ക് നിയമ സംരക്ഷണം വേണമെന്ന ആവശ്യം കർഷകർ കാലങ്ങളായി ഉന്നയിക്കുന്നതാണ്.
പക്ഷേ കേന്ദ്ര സർക്കാർ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത് ഒരു സമിതി കൂടി രൂപീകരിക്കാം. ഈ ചർച്ചകൾക്കും മറ്റുമായി താങ്ങുവില അടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയ്ക്ക് ഒരു സമിതി കൂടി രൂപീകരിക്കാം. ആ സമിതിയിൽ കൂടുതൽ കർഷക സംഘടനാ നേതാക്കളെ ഉൾപ്പെടുത്താം എന്നാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ അത്തരമൊരു നിലപാടിലേക്കാണ് കേന്ദ്ര സർക്കാർ എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനോട് എത്രമാത്രം യോജിക്കും എന്ന് കണ്ടറിയേണ്ട വിഷയമാണ്. ഏതായാലും 5 മണിക്കാണ് ചർച്ച നിശ്ചയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ സംഘർഷം ഈ അതിർത്തിയിൽ, പ്രത്യേകിച്ച് ശംഭു അതിർത്തിയിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് സംഘർഷമൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കർഷക സംഘടനാ നേതാക്കൾ ഇന്ന് തന്നെ രാവിലെ തന്നെ വ്യക്തമാക്കിയ കാര്യം, ഏതായാലും ഇന്ന് ചർച്ച നടക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ സമരങ്ങളിലേക്കില്ല, അതിർത്തി മറികടക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്ന് പ്രകോപനം ഉണ്ടായില്ലെങ്കിൽ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകില്ല, അതിർത്തി കടക്കാൻ ശ്രമിക്കില്ല എന്ന് വ്യക്തമാക്കിയിരുന്നു. ഏതായാലും 5 മണിക്കുള്ള ചർച്ചയിൽ എന്താണ് റിസൾട്ട് എന്ന് കാത്തു നിൽക്കുകയാണ് കർഷക സംഘടനകൾ. ഒരുപക്ഷെ തീരുമാനം അനുകൂലമായില്ലെങ്കിൽ ഈ മാർച്ചുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിലാണ് ഇപ്പോൾ കർഷകരുള്ളത്. ഏതായാലും കൂടുതൽ സംഘടനകൾ ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. BKU ഉഗ്രഹാൻ വിഭാഗം ഇന്ന് ട്രെയിൻ തടസ്സപ്പെടുത്തിക്കൊണ്ട്, അതായത് 10 മണിക്ക് ആരംഭിച്ച സമരമാണ് വൈകിട്ട് 4 വരെ റെയിൽ പാലങ്ങൾ ഉപരോധിച്ചുകൊണ്ടുള്ള സമരം നടക്കുന്നുണ്ട്. നാളെ ഗ്രാമീൺ ബന്ധും പ്രഖ്യാപിച്ചിട്ടുണ്ട്. നേരത്തെ കിസാൻ സഭ അടക്കമുള്ള സംഘടനകൾ 2020 സമരത്തിൽ സജീവമായിരുന്നു. അപ്പോൾ നാളെ നടക്കുന്ന ഗ്രാമീൺ ബന്ദിൽ കിസാൻ സഭ അടക്കമുള്ള സംഘടനകൾ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും 5 മണിക്ക് നടക്കുന്ന ചർച്ച നിർണായകമാണ്. അതായിരിക്കും സമരത്തിന്റെ ഭാവി നിർണ്ണയിക്കുക. മഞ്ജുഷ്. ശരി, രാകേഷാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഇന്നത്തെ ചർച്ച നിർണായകമാണ്. അതേ സമയത്ത് തന്നെയാണല്ലോ ഇപ്പോൾ കൂടുതൽ സമരക്കാർ അതിർത്തികളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്. പ്രസിദ്ധമായ മരട് ക്ഷേത്ര വെടിക്കെട്ടിന് അനുമതി നിഷേധിച്ചു. കാരണം കഴിഞ്ഞ ദിവസം തൃപ്പൂണിത്തുറയിൽ പടക്ക ശേഖരത്തിന് തീപിടിച്ച് വലിയ നാശനഷ്ടമുണ്ടായതാണ്. അതേസമയം തൃപ്പൂണിത്തുറ പടക്കശേഖര തീപിടുത്തത്തിൽ നഷ്ടം നേരിട്ട ആളുകൾക്കുള്ള നഷ്ടപരിഹാരം നൽകുന്നതിനെക്കുറിച്ചുള്ള തീരുമാനം ഇതുവരെ ആയിട്ടില്ല. ഇന്ന് ഉദ്യോഗസ്ഥർ സംഭവ സ്ഥലത്തൊക്കെ എത്തിയിരുന്നു, നാട്ടുകാരുമായി ചർച്ച നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ നാട്ടുകാർ കോടതിയെ സമീപിക്കുവാനുള്ള തീരുമാനത്തിലാണ്. കൂടുതൽ വിവരങ്ങൾ ഡാനി പോൾ നൽകും. 2 ആഴ്ചയ്ക്കകം ഇത് സംബന്ധിച്ച റിപ്പോർട്ട് നൽകുമെന്നാണ് ഇപ്പോൾ ഇവിടെ മജിസ്ട്രേറ്റ് അന്വേഷണത്തിന്റെ ഭാഗമായി സ്ഥലത്തെത്തിയ സബ് കളക്ടർ സബ് കളക്ടർ കെ മീര അറിയിച്ചത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഈ അപകടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഴുവൻ കാര്യങ്ങളിലും പരിശോധനകൾ നടത്തും. ഇതിൻ്റെ എല്ലാ സാഹചര്യങ്ങളും പരിശോധിക്കും. അപകടം ഉണ്ടാകാനിടയായ സാഹചര്യം, പ്രത്യേകിച്ച് സ്ഫോടക വസ്തു വിദഗ്ധരടക്കം ഇവിടെ പരിശോധന നടത്തിയിരുന്നു. അതിൽ സാധാരണ ഈ വെടിക്കെട്ടുകൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്നതിൽ അതിൻ്റെ തീവ്രത കൂട്ടാൻ വേണ്ടി ചില ഘട്ടങ്ങളിലെല്ലാം തീവ്രത കൂടിയ മരുന്നുകൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അത് അനുവദനീയമായ ഒരു കാര്യവുമല്ല. അത്തരം കാര്യങ്ങളിൽ പരിശോധന നടത്തേണ്ടതുണ്ട്. കാരണം വലിയ രീതിയിലുള്ളൊരു സ്ഫോടനമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഈ കാണുന്ന ഈ പ്രദേശം ചുറ്റുപാടുകൾക്കും എല്ലാം തന്നെ വലിയ രീതിയിൽ തന്നെ നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നു. 300ഓളം വീടുകൾക്ക് കാര്യമായ രീതിയിൽ തന്നെ നാശനഷ്ടങ്ങളുണ്ട്. 8 വീടുകൾ പൂർണ്ണമായി തകർന്നൊരവസ്ഥയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം പരിശോധിച്ച ശേഷമായിരിക്കും റിപ്പോർട്ടുകൾ സമർപ്പിക്കുക. കാണുന്നത് പോലെ പല കെട്ടിടങ്ങളും വളരെ ദുർബലമായ ഒരു അവസ്ഥയിലാണ് നിലകൊള്ളുന്നത്. അപ്പോൾ ഇതുപോലുള്ള കെട്ടിടങ്ങൾ പരിശോധിക്കും. ബലക്ഷയം അത് എത്രമാത്രം സംഭവിച്ചിട്ടുണ്ട്, അത് ഇനി താമസയോഗ്യമാക്കുന്നതിന് എന്താണ് ചെയ്യേണ്ടത്, അത് കൂടി പരിശോധിച്ച ശേഷമായിരിക്കും അത് പൊളിച്ചു നീക്കണമോ അല്ലയോ എന്ന കാര്യത്തിലടക്കം മറ്റ് റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നത്. ഇതെല്ലാം തന്നെ റിപ്പോർട്ടിൻ്റെ ഭാഗമാകും എന്ന് അവർ പറയുകയുണ്ടായി. ഒപ്പം തന്നെയും ഉദ്യോഗസ്ഥ തലത്തിൽ ഇത് സംബന്ധിച്ച് ഒരു വീഴ്ചയും വന്നിട്ടില്ല എന്നാണ് സബ് കളക്ടർ പറയുന്നത്. നഷ്ടപരിഹാരത്തിന്റെ കാര്യത്തിൽ ഇതുവരെ തീരുമാനമായില്ല. അതുകൊണ്ട് തന്നെയാണ് നഷ്ടം സംഭവിച്ച വീടുകളുടെ ഉടമസ്ഥർ കോടതിയെ സമീപിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നത്. മമ്മൂട്ടിയുടെ സിനിമയായ ഭ്രമയുഗം തിയേറ്ററുകളിൽ എത്തി. വലിയ പ്രതികരണമാണ് സിനിമയ്ക്കുണ്ടായിരിക്കുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. തിയേറ്ററിൽ നിന്നുള്ള പ്രതികരണത്തിലേക്ക്. മമ്മൂട്ടിയുടെ ഭ്രമയുഗം തിയേറ്ററിൽ എത്തിയിരിക്കുന്നു. ആദ്യ ഷോ പൂർത്തിയായ ശേഷം പുറത്തേക്ക് വരുന്ന ആളുകളുണ്ട്. നമുക്ക് അവരോട് ചോദിച്ചു നോക്കാം. എങ്ങനെയുണ്ട് ബ്രോ? പടം ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു മൂവിയാണ്. അടിപൊളി പടം, അടിപൊളി പടം, അടിപൊളി വെറൈറ്റി ലുക്ക്. അടിപൊളി എന്നുള്ള അഭിപ്രായമാണ് പൊതുവെ ആളുകൾ പറയുന്നത്. നമുക്ക് അവരോട് സംസാരിച്ച് നോക്കാം. എങ്ങനെയുണ്ട് പടം? എങ്ങനെ അദ്ദേഹത്തിന്റെ പുതിയൊരു അപ്പിയറൻസ് ഒക്കെ? നല്ല പെർഫോമൻസ് ആണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് എങ്ങനെയുണ്ട്? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എങ്ങനെയുണ്ട്? നല്ല പടമായിരുന്നു. നമുക്ക് കൂടുതൽ ആളുകൾ പുറത്തേക്ക് ഇറങ്ങി വരുന്നതേ ഉള്ളൂ. അവരുടെ പ്രതികരണം കൃത്യമായും അറിയേണ്ടതുണ്ട്. എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത്. ഒരുപക്ഷെ പുതിയൊരു പരീക്ഷണം ബ്ലാക്ക് ആൻഡ് വൈറ്റ്. എങ്ങനെയുണ്ട്? ആരുടെ അഭിനയം കൂടുതൽ? തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയുകയാണ്. എങ്ങനെയാ ഇതിന്റെ ഒരു പ്രത്യേകത? എന്താ പറയുക? സൂപ്പർ പടം, അടിപൊളി പടം.
അപ്പോൾ പൊതുവെ അത് തന്നെയാണ് ആളുകൾ പറയുന്നത്. എങ്ങനെയുണ്ട്? എല്ലാവരും ഒരേ അഭിപ്രായം പറയുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇഷ്ടപ്പെട്ടോ? എന്തായാലും അത് തന്നെയാണ് ആളുകളുടെ ഒരു അഭിപ്രായം. എങ്ങനെയുണ്ട് ബ്രോ? പടം നല്ല പടമാണ്. നല്ല മമ്മൂട്ടിയുടെ ഈ ഒരു പ്രായത്തിലും മമ്മൂക്കയുടെ പുതിയൊരു വെറൈറ്റി കൺസെപ്റ്റ് വെറൈറ്റിയാണ്. മമ്മൂക്ക നല്ല രീതിയിൽ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. സാധാരണ അദ്ദേഹം കുറെ പുതിയ പരീക്ഷണങ്ങൾ നടത്തുന്നു. അങ്ങനെ ഒരു പുതിയ പരീക്ഷണം തന്നെയാണ്. തീർച്ചയായിട്ടും ഈ ഒരു ഇന്ത്യൻ സിനിമയിൽ തന്നെ ഇങ്ങനെ ഒരു പരീക്ഷണം നടത്തുന്നത് നമ്മുടെ മലയാളി മമ്മൂക്ക ആണെന്നുള്ളത് ഭയങ്കര അഭിമാനമുള്ള കാര്യമാണ്. പടം എന്തായാലും തിയേറ്ററിൽ വിജയിക്കുമെന്ന് ഉറപ്പാണ് അല്ലേ? നിങ്ങൾക്ക് ഒരു പൊതുവെ എക്സ്പീരിയൻസ്? തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് പടം. ആ തിയേറ്ററിൽ മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് പടം. അർജുൻ അശോകൻ അവരൊക്കെ വളരെ മികച്ച ഒരു അഭിനയം തന്നെ. അർജുൻ അശോകനും എല്ലാവരും, സിദ്ധാർത്ഥും എല്ലാം നല്ല അഭിനയമാണ്. എന്തായാലും അതാണ് പൊതുവെ ഉയരുന്ന ഒരു അഭിപ്രായം. എല്ലാവരും വലിയ ആവേശത്തിൽ തന്നെ തിയേറ്ററിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നു എന്നുള്ളതാണ് എടുത്തു പറയാനുള്ളത്. നമ്മളിവിടെ കണ്ട ആരും തന്നെ ഒരു ആവറേജ് എന്നോ അല്ലെങ്കിൽ മോശമെന്നോ ഒന്നും അഭിപ്രായം പറയുന്നില്ല. എല്ലാവരും ഗംഭീര എക്സ്പീരിയൻസ്. ഇതൊരു ഫാൻ ഷോ ഒന്നുമല്ല, എല്ലാവരും കയറി ഇറങ്ങി പോകുന്നൊരു ഷോ തന്നെ എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും പുതിയൊരു അനുഭവം, പുതിയ പരീക്ഷണങ്ങളുമായി മമ്മൂട്ടി മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമ്മൾ കഴിഞ്ഞ കുറേ സിനിമകളായി കണ്ടുവരുന്നത്. അതിൻ്റെ ഒരു തുടർച്ചയായി തന്നെ ഭ്രമയുഗവും മാറുന്നു എന്നുള്ളതാണ് ഈ കോട്ടയം അഭിലാഷ് തിയേറ്ററിൽ നിന്നും ഈ കണ്ടിറങ്ങുന്ന പ്രേക്ഷകരുടെ ഒരു പ്രതികരണം വരുന്നത്. ഭ്രമയുഗത്തിന് ആദ്യ ഷോയ്ക്ക് മികച്ച പ്രതികരണം, നല്ല സിനിമ എന്ന് പ്രേക്ഷകർ അഭിപ്രായപ്പെടുകയാണ്. പകൽ വാർത്ത അവസാനിക്കുകയാണ്. അതിനു മുൻപ് സ്വർണം വെള്ളി നിരക്കുകൾ കാണാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 5670, പവന് 45,360. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 4720, പവന് 37,760. വെള്ളി ഗ്രാം 76, കിലോ 76,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. പകൽ വാർത്ത അവസാനിക്കുന്നു. ഇനി സ്പോർട് ലൈവുമായി ടോം കുര്യാക്കോസ്. നിയോഗിച്ച സംഘം ഇന്ന് ഡൽഹിയിലെത്തും. ചർച്ചയിലെ തീരുമാനങ്ങൾ തിങ്കളാഴ്ച അറിയിക്കാനാണ് സുപ്രീംകോടതി ആവശ്യപ്പെട്ടത്. ധനമന്ത്രി KN ബാലഗോപാൽ നേതൃത്വം നൽകുന്ന 4 അംഗ പ്രതിനിധി സംഘമാണ് ചർച്ചകളിൽ പങ്കെടുക്കുക.